CPM-ൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രതിനിധി സഹകളെ, സുഹൃത്തുക്കളെ, CPM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നമുക്കെല്ലാം അറിയുന്നതുപോലെ മധുരയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ജനാധിപത്യ പാർട്ടികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പാർട്ടികളൊന്നും കാലാകാലങ്ങളായി അവിടെ സമ്മേളനങ്ങളോ അതിനെ തുടർന്നുള്ള പുതിയ ഭാരവാഹികളെയോ തിരഞ്ഞെടുക്കാറില്ല. എല്ലാം നോമിനേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളാകെ. അതിൽ നിന്ന് വ്യത്യസ്തമായി CPI രൂപം കൊണ്ട ആദ്യ സമ്മേളനം മുതൽ CPM-മായി പ്രവർത്തനം ആരംഭിച്ച 1964 മുതൽ അടിയന്തരാവസ്ഥ ഘട്ടമൊഴിച്ച് മറ്റെല്ലാ സന്ദർഭങ്ങളിലും ഭരണഘടനാപരമായി 3 വർഷത്തിലൊരിക്കൽ പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതൊരു വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെയും സംഘടനാ വിദ്യാഭ്യാസത്തിൻ്റെയും സംഘടനാ പരിശോധനയെ തുടർന്നുള്ള പാർട്ടിയെ പുതുക്കി മുമ്പോട്ടേക്ക് നയിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സമ്മേളനങ്ങൾ ഓരോന്നും കൃത്യമായി നടത്തി വരുന്നത്. കേരളത്തിൽ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പൂർത്തിയാക്കിയത്. 2444 ലോക്കൽ സമ്മേളനങ്ങളും 209 ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയായി. ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, വയനാട്, മലപ്പുറം ഇന്നത്തോടുകൂടി തീരും. കോട്ടയം ഇന്ന് ആരംഭിക്കുക. തുടർന്ന് അടുത്ത മാസം 11-ാം തീയതിയോടുകൂടി 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാവും. സംസ്ഥാന സമ്മേളനം മാർച്ച് 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കൊല്ലത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ നടത്തി വരികയാണ്. സമ്മേളനം ആരംഭിക്കുന്നതോടുകൂടി സമ്മേളനങ്ങളെപ്പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ മാധ്യമങ്ങൾ അവരുടെ ഭാവനക്കനുസരിച്ചും അവരുടെ താല്പര്യത്തിനനുസരിച്ചും പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടി സംഘടനാ സമ്മേളനത്തിൽ പാർട്ടിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുമെല്ലാം വലിയ വിമർശനമുണ്ടായിരിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയെ ഫലപ്രദമായി പുതുക്കാനാണ്. കേവലം
സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തിരഞ്ഞെടുത്ത് പോകാനല്ല. ഓരോ സമ്മേളനവും കൃത്യമായ ധാരണയനുസരിച്ച് ഒരു പുതുക്കൽ പ്രക്രിയയാണ് നടക്കുക. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം വിമർശനവും സ്വയം വിമർശനവുമാണ്. അതുകൊണ്ട് ഈ വാർത്ത എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വിമർശനവും സ്വയം വിമർശനവും ഇല്ല എന്നതാണ് വാർത്ത. അല്ലാണ്ട് പാർട്ടി തന്നെ കൃത്യതയോടുകൂടി സംഘടനാപരമായി രാഷ്ട്രീയമായി കഴിഞ്ഞ 3 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമെന്താണ്, നേട്ടമെന്താണ്, കോട്ടമെന്താണ്, വിമർശനാത്മകമായ രീതിയിൽ ഓരോന്നിനെയും സമീപിക്കാനും സ്വയം വിമർശനപരമായി ഓരോന്നിനെയും തിരുത്താനും കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിൽ പുതുക്കാനും പാർട്ടി സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വിമർശനം മാത്രമല്ല, വിമർശനങ്ങൾക്ക് ശരിയായ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ടാണ് സമ്മേളന പ്രക്രിയയുടെ ആ അജണ്ട അവസാനിക്കുക. ഉള്ളതും ഇല്ലാത്തതുമായ വാർത്ത പ്രസിദ്ധീകരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ന്യൂനത വളർച്ചയുടെ ഘട്ടത്തെയാണ് അവരന്ന് പ്രദാനം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കി. മുതലാളിത്ത വളർച്ചയുടെ ഘട്ടത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് ശാസ്ത്രീയ സോഷ്യലിസം എന്ന ലോകത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ വികാസ ഘട്ടത്തെ സംബന്ധിച്ചവർ വിശകലനം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പ്രവർത്തന പരിപാടി എന്ന രീതിയിൽ അംഗീകരിച്ച് അവതരിപ്പിച്ചപ്പോൾ ലോകം മുഴുവൻ അത് ഏറ്റുവാങ്ങി, പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന വർഗം. അതിലൊരു പുതിയ പ്രതീക്ഷയും പുതിയ ഒരു ഭാവിയുമാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ മുതലാളിത്തം നിങ്ങളുടെ കണ്ണിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണെങ്കിലും സത്യം പറഞ്ഞാൽ അതാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതപര്യന്തമുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് പിന്നീട് മോർഗാൻ്റെ തിയറി കൂടി ചേർത്ത് വികസിപ്പിച്ചപ്പോൾ നമുക്കറിയാം, മനുഷ്യകുലത്തിന് ഏതാണ്ട് ഇപ്പോഴത്തെ നിരീക്ഷണമനുസരിച്ച് 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെ വർഷത്തെ പ്രായമുണ്ട്. അതാണ് മനുഷ്യകുലത്തിൻ്റെ പ്രായം. എല്ലാ കുരങ്ങിൽ നിന്നും മനുഷ്യനൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നും ഒരു പ്രത്യേക രാജ്യത്താണ് യഥാർത്ഥത്തിൽ ഇത് ആവിർഭവിച്ചത്. അത് ആഫ്രിക്കയിലാണ്. ആ കാര്യം ഇപ്പോഴും കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. 35 ലക്ഷം വർഷം മുമ്പുള്ള ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ്. 20 ലക്ഷം വർഷം പ്രായമുള്ള ഫോസിലുകളാണ് ആഫ്രിക്കയ്ക്ക് വെളിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രായം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ.
വൻകരകളൊന്നും ഞാൻ ഈ പറഞ്ഞ 50 ലക്ഷത്തിനും 80 ലക്ഷത്തിനും ഇടയിൽ ഇങ്ങനെയായിരിക്കില്ല. മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ഓരോ മേഖലയിലേക്കും കടന്നുപോയത് എന്നുള്ളതിൻ്റെ ഗ്രാഫൊന്നും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലോകചരിത്രത്തിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷെ മനുഷ്യൻ എല്ലാവിടെയും എത്തിച്ചേർന്നു. ഈ എത്തിച്ചേർന്ന മനുഷ്യൻ്റെ വളർച്ച ആധുനിക സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ വളർച്ച. എഴുതപ്പെടാത്ത പൂർവ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രാകൃത കമ്മ്യൂണിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ പോലെ ഉൽപാദന വിതരണ ഘടനകളൊന്നും ഇല്ലാതിരുന്ന ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക, കിട്ടിയത് തുല്യമായിട്ട് ഉപയോഗിക്കുക എന്ന അവസ്ഥ എത്രയോ ലക്ഷക്കണക്കിന് വർഷം നിലനിന്നിരിക്കാം. അതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് വർഗവിഭജിതമായ ആദ്യത്തെ അടിമത്വ സമൂഹം രൂപം കൊണ്ടത്. അവിടെയാണ് മാർക്സ് പറയുന്നത് വളർച്ചയുടെ അടിസ്ഥാനം വർഗസമരമാണെന്ന്. അടിമയും ഉടമയും തമ്മിലുള്ള സമരം. അതിൻ്റെ തന്നെ ഉൽപ്പന്നമാണ് ഫ്യൂഡൽ സമൂഹം, ഫ്യൂഡലിസം. അവിടെ ഭൂപ്രഭുവും അതുപോലെ കുടിയാനും ഉൾപ്പെടെ. ഇവിടെ കേരളത്തിലാണെങ്കിൽ ജമ്മി കുടിയാൻ ബന്ധം ഉൾപ്പെടെ. തുടർന്നാണ് മുതലാളിത്ത സമൂഹം ജനാധിപത്യ വിപ്ലവത്തിലൂടെ വളർന്നു വന്നത്. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവത്തിൻ്റെ പേരാണ് ജനാധിപത്യ വിപ്ലവം. ആ ജനാധിപത്യ വിപ്ലവത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് മുതലാളിത്തം ഒരു 100-400 വർഷക്കാലമായി വളർന്ന് വികസിത ശക്തിയായിട്ട് മാറിയത്. ഈ വളർന്നു വരുന്ന ശക്തിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് മാർക്സും എംഗൽസും പറഞ്ഞത്, ഇതപര്യന്തമുള്ള സാമൂഹ്യ വികാസഘട്ടത്തിൽ ഓരോന്നും നിലവിൽ വരികയും നിഷ്ക്രമിക്കുകയും ചെയ്യുക എന്നത് സാമൂഹ്യ വികാസത്തിൻ്റെ നിയമമാണ്. നിലവിൽ വരികയും നിഷ്ക്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ വികാസത്തിൻ്റെ നിയമമാണ്. ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നിലവിൽ വന്ന മുതലാളിത്ത സമൂഹവും നിഷ്ക്രമിക്കുകയും പുതിയ ഒരു സമൂഹം രൂപം കൊള്ളുകയും ചെയ്യേണ്ടത് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ വികാസത്തിൻ്റെ നിയമമാണ്, ശാസ്ത്രമാണ്. അതാണ് മുതലാളിത്തത്തെ തകർത്ത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയെപ്പറ്റി മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് നമുക്കറിയുന്നത് പോലെ 1848 അവതരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ വിഭാവനം ചെയ്തത്. അതിൻ്റെ കുറേയും കൂടി വിശകലനം ചെയ്തുകൊണ്ടുള്ളതാണ് പിന്നീട് എഴുതപ്പെട്ട മൂലധനത്തിലെ മിച്ചമൂല്യ സിദ്ധാന്തവും. ഞാനിതിപ്പോൾ പറഞ്ഞു പോയത് പല സഖാക്കളും സോവിയറ്റ് റഷ്യയുടെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെയും മുതലാളിത്ത പുനഃസ്ഥാപനത്തോടെ ഇനി എങ്ങനെയാണ് ലോകം മുന്നോട്ടേക്ക് പോവുക എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒരു ഭൗതിക സാഹചര്യം ലോകത്തുണ്ട്. സോവിയറ്റ് റഷ്യയുള്ളപ്പോഴോ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസം ഉള്ളപ്പോഴോ അല്ല 1848. ഒരു സോഷ്യലിസ്റ്റ് രാജ്യം ഉണ്ടായിരുന്നില്ല, ഒരു രാജ്യത്തും സോഷ്യലിസം ഉണ്ടായിരുന്നില്ല. ആ കാലത്താണ് പറഞ്ഞത് ഇതിൻ്റെ അന്ത്യം അനിവാര്യമാണ്, മുതലാളിത്തത്തിൻ്റെ അന്ത്യം അനിവാര്യമാണ്. ആ അന്ത്യം തീർക്കാൻ ഒരു പുതിയ വർഗം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമാണ്. അത് പിന്നീട് ലെനിൻ കുറേയും കൂടി വ്യാഖ്യാനിച്ചപ്പോൾ തൊഴിലാളി വർഗത്തോടൊപ്പം അധ്വാനിക്കുന്ന എല്ലാവരെയും ചേർത്തു, കർഷക ജനവിഭാഗം ഉൾപ്പെടെ. ഈ അധ്വാനിക്കുന്ന വർഗം നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ്? വെറുതെ ഒരു സങ്കല്പം പോലെ പഴയ കാലത്തെ സാങ്കല്പിക സോഷ്യലിസ്റ്റുകളെപ്പോലെ മാർക്സും എംഗൽസും പറഞ്ഞു വെച്ചതല്ല. ശാസ്ത്രീയമായി സമ്പത്തൊരു ഭാഗത്ത് കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയാണ്, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയാണ്.
ഇതാണ് മുതലാളിത്തം, ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി. ഈ മുതലാളിത്ത പ്രതിസന്ധി മുതലാളിത്തത്തിൻ്റെ അന്ത്യം കാണാൻ സാധിക്കുന്ന വിപ്ലവ കുഴപ്പത്തിൽ നിന്ന് വിപ്ലവ പരിതസ്ഥിതിയിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും കൃത്യമായ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ വിപ്ലവ കുഴപ്പം എന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്നതാണ്. അതിൻ്റെ ആവിർഭാവം മുതൽ അതിന് അന്ത്യം വരെ തുടരുന്ന ഒന്നാണ്. ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുക. ഈ പ്രതിസന്ധി വിപ്ലവ കുഴപ്പത്തിൻ്റെ തന്നെ ഭാഗമാണ്. എന്നാൽ എല്ലാ കാലവും ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്ന് ഈ സാഹചര്യത്തെ, ഈ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ ഫലപ്രദമായി ഭരണകൂട സംവിധാനത്തിന് പകരം പുതിയ ഭരണകൂടം വെക്കത്തക്ക രീതിയിലുള്ള വിപ്ലവപരമായ മുന്നേറ്റത്തിന് എല്ലാ രാജ്യത്തും ഒരേപോലെ, എല്ലാ രാജ്യങ്ങളിലുമുള്ള ശക്തികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആത്മനിഷ്ഠ ശക്തികൾ, അത് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ്. അവരെല്ലാ രീതിയിൽ മുന്നോട്ടേക്ക് വരുമെന്ന് പറയാൻ സാധിക്കില്ല. മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായി മാർക്സം പ്രയോഗിക്കുമ്പോഴാണ് വിപ്ലവം വിജയകരമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാവുക. അതിൻ്റെ അർത്ഥം വിപ്ലവത്തിൻ്റെ മുന്നോട്ടേക്കുള്ള യാത്ര ഇല്ല എന്നല്ല. നമ്മൾ പലരും പറഞ്ഞു വെക്കുന്നത് അത്തരത്തിലാണ്. ആ യാത്ര നിരന്തരമായി അഭംഗുരം തുടരുക തന്നെ ചെയ്യും. അത് ഈ വർഷമാവുമോ അടുത്ത വർഷമാവുമോ അടുത്ത 10 കൊല്ലം കൊണ്ടാവുമോ അല്ല അടുത്ത 100 കൊല്ലമാണോ എന്നൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെ പ്രായമുള്ള മനുഷ്യകുലത്തിൻ്റെ സാമൂഹ്യ വികാസഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പിന്നിട്ടാണ് നമ്മൾ ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ വർത്തമാന ഘട്ടത്തിൽ നിൽക്കുന്നത്. ഇത് ആവർത്തിക്കാൻ ഉറപ്പിച്ച് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ലക്ഷ്യമാണ്. നിലവിലുള്ള ഭരണകൂട സംവിധാനത്തെ മാറ്റി ഒരു പുതിയ ഭരണകൂട വ്യവസ്ഥ, ജനകീയ ജനാധിപത്യ വിപ്ലവവും തുടർന്നുള്ള സോഷ്യലിസ്റ്റ് സാമൂഹ്യ ജീവിതവും, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതിനുവേണ്ടി ജനങ്ങളെ അണിനിരത്തി വർഗ പോരാട്ടങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകാനാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും ശ്രമിക്കുന്നത്. അതിന് നമ്മുടെ പാർട്ടിയുടെ ശരീരത്തെ തയ്യാറാക്കുക എന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പുതുക്കുക എന്ന പ്രക്രിയയാണ് സമ്മേളനങ്ങളിലൂടെ പാർട്ടി കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്കെന്തോ ഒരു നഷ്ടബോധം പോലെയാണ് പലരും ചർച്ചയിലും കാര്യങ്ങളെല്ലാം പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ആമുഖമായിട്ട് തന്നെ ഇത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചത്. സാമൂഹ്യ പരിവർത്തനത്തിന് അനുഗുണമായ സാർവദേശീയ പശ്ചാത്തലത്തിലെ ചില പ്രധാനപ്പെട്ട പ്രവണതകളുണ്ട്. ഇതെല്ലാം ഒറ്റപ്പെട്ട രീതിയിലല്ല ലോകം നിലനിൽക്കുന്നത്. എല്ലാം പരസ്പരാശ്രിതവും പരസ്പര ബന്ധം ഉള്ളതുമാണ്. രാജ്യം മുഴുവൻ അങ്ങനെ തന്നെയാണ്, ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇങ്ങനെ പരസ്പരാശ്രിതവും പരസ്പര ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിനുതകുന്ന പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രതിഭാസങ്ങളുണ്ട്. രാഷ്ട്രീയമായ വൈരുദ്ധ്യങ്ങളുണ്ട്, സാമ്പത്തികമായ വൈരുദ്ധ്യങ്ങളുണ്ട്, വിവിധ തലങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. ഞാൻ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും എല്ലാം ഉദ്ഘാടനം ചെയ്തവരും ഉദ്ഘാടനം പ്രസംഗം കേട്ടവരുമാണ് നിങ്ങൾ. ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇതിൻ്റെ ഒപ്പം കൂട്ടി വായിച്ചാൽ മതി. 4 പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളെ പറ്റിയാണ് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ മുമ്പേ ചൂണ്ടിക്കാണിച്ചത്. അതിപ്പോഴും പ്രസക്താണ്. ഏറ്റക്കുറച്ചിലുണ്ടാവും പ്രസക്തിയിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താ, ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട എന്താ, സാമ്രാജ്യത്വവും അതുപോലെ തന്നെ സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുള്ളത് കൊണ്ട് മാത്രമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു. പരിവർത്തന ഘട്ടത്തിൻ്റെ മൗലികമായ വൈരുദ്ധ്യം അത് തന്നെയാണ്. സോവിയറ്റ് റഷ്യ ഉള്ളപ്പോഴും അത് തന്നെയാണ്, ഇല്ലാതപ്പോഴും അത് തന്നെയാണ്. സാമ്രാജ്യത്വ ശക്തികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പദം നിങ്ങൾ ഓർമ്മയുണ്ടാവും, തീവ്ര വലതുപക്ഷ ശക്തികൾക്കാണ് മുൻകൈ. മാത്രമല്ല
വലതുപക്ഷ ശക്തികൾ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സാമ്രാജ്യത്വപരമായ നിലപാടിനനുസരിച്ച് രൂപപ്പെടുത്തിയ ആഗോളവൽക്കരണം, പച്ചയായ സ്വകാര്യവൽക്കരണം, പാർട്ടി സെൻട്രൽ കമ്മിറ്റി വളരെ വ്യക്തമായിട്ട് കണ്ടു. ഈ തീവ്ര വലതുപക്ഷ ശക്തികൾ ലോകത്തിൻ്റെ വിവിധ യൂറോപ്പ് ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെ ഓരോന്നിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, മുതലാളിത്ത രാജ്യങ്ങളും സാമ്രാജ്യത്വ രാജ്യങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു ചിത്രം ആഗോളവൽക്കരണത്തിൻ്റെ കെടുതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തീവ്ര വലതുപക്ഷം മുന്നോട്ടേക്ക് വരുന്നത്. അതാണ് വളരെ രസകരമായ ഒരു കാര്യം. കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ജനങ്ങളുടെ വോട്ട് വേണം. അതിന് വലതുപക്ഷത്തെ നേരിടുന്നതിന് തീവ്ര വലതുപക്ഷം ഉപയോഗിക്കുന്നത് അവർ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ തന്നെയാണ്. ഇതും നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. ട്രംപാണ് പുതുതായിട്ട് വരാൻ പോകുന്നത്. ഇനി അവിടെ അമേരിക്കയിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കുന്നതല്ല. തീവ്ര വലതുപക്ഷത്തിൻ്റെ അങ്ങേ തലയാണ്. വിവിധ മേഖലയിൽ, യൂറോപ്യൻ മേഖലയിൽ തീവ്ര വലതുപക്ഷത്തിന് നല്ല മുൻകൈ കിട്ടിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ പോലും അവർക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വീണ്ടും നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിരിക്കുന്നു. സാമ്പത്തിക ശക്തികളോടൊപ്പം വർഗീയ ധ്രുവീകരണവും കൂടി ചേർത്തുകൊണ്ടാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ സാമ്രാജ്യത്വ ശക്തികൾ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാര ജനകീയ ചൈനയാണ്. ചൈനയ്ക്കെതിരായാണ് ഉപരോധം ഉൾപ്പെടെയുള്ള ഓരോന്നിനെ പറ്റി അവർ ആലോചിക്കുന്നത്. ചൈന എങ്ങനെയാണ് വളയാനാവുക? അതിന് ജപ്പാനുമായി, അതിന് ആസിയയുമായി, അതിന് തെക്കൻ കൊറിയയുമായി, അതിന് ഇന്ത്യയുമായി ചേർന്ന് ഭൂമിശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും ചൈനയെ വളയാനുള്ള ബോധപൂർവമായ പ്രവർത്തനം അമേരിക്ക പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. സൈനികമായ ശരിയായ ഫലപ്രദമായ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള പറക്കൽ അല്ലെങ്കിൽ പരിശീലനം ഉൾപ്പെടെ കൂട്ടായിട്ട് സംഘടിപ്പിക്കുന്നു. ഇത് നമ്മൾ കാണേണ്ടതാണ്. ചൈന പഴയ രീതിയിൽ നിന്ന് മാറി കുറേയും കൂടി ഫലപ്രദമായി സാർവദേശീയ രാഷ്ട്രീയത്തിൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും നമുക്കിതിനിടയിൽ തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്. അവിടെ സോഷ്യലിസ്റ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിലും സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്ന നിരവധിയായ രാജ്യങ്ങളുണ്ട്. ഒരു ഡസനോളം രാജ്യങ്ങളുണ്ട്. അതെല്ലാം സ്വാഭാവികമായിട്ട് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ നേപ്പാളിനെ പറ്റി നമുക്കറിയാം. മേലെ അപ്പുറം നേപ്പാളാണ്. ഇങ്ങിപ്പം നോക്കുമ്പോൾ ഇപ്പോഴും സിലോണുണ്ട്. നമുക്കറിയുന്നത് പോലെ മുമ്പ് ഏതാണ്ട് 33% ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഭരണകൂട വ്യവസ്ഥകൾ കൈകാര്യം ചെയ്തിരുന്നു ലോകത്ത്. ഇന്നത് ഏതാണ്ട് 20% ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും ലോക ജനസംഖ്യയിൽ 20% ആളുകൾ സോഷ്യലിസത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ഇടതുപക്ഷ സമീപനം കൂടി ചേർത്തുകൊണ്ടുള്ള സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ലോകത്തുണ്ട്. അത് ഞാൻ നേപ്പാളിനെയും അതുപോലെ തന്നെ സിലോണിനെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ്. സിലോണിലുള്ള മാറ്റം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. വലിയ സ്വാധീനമൊന്നും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ഉണ്ടായിരുന്നു അവിടെ. മാർക്സിസം ലെനിനിസം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികൾ തന്നെ 2 ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗമാണ് ദശനായകയുടെ പാർട്ടി പ്രസ്ഥാനം. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരന് ദശനായകക്ക് ഭൂരിപക്ഷം കിട്ടി. 1ാമത്തേതല്ല 2ാമത്തെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ. അപ്പോഴും മലയാളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞു, എന്ത് കാര്യം, അവിടെ അങ്ങനെ ഒരു പ്രസിഡന്റ് വന്നിട്ട് എന്താ കാര്യം, കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസിഡൻ്റായിരിക്കുന്നു, ശരി.
അവിടെ പാർലമെൻറ്റിൽ, ശ്രീലങ്കൻ പാർലമെൻറ്റിൽ 3 സീറ്റേ ഉള്ളൂ. ദസനായകയുടെ പാർട്ടിക്ക് 3 സീറ്റ്. പിന്നെ അവിടെ എന്ത് കമ്മ്യൂണിസമാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് അവർ അന്ന് ചോദിച്ചത്. ദസനായകയെ അപ്പോൾ തന്നെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. തിരഞ്ഞെടുപ്പ് നടന്നു. ആർക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല ലോകത്തിൻ്റെ മുമ്പിൽ. പക്ഷെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയും അതോടൊപ്പം ചേർന്ന് 11 പാർട്ടികളും കൂടി ചേർന്നൊരു മുന്നണി ഉണ്ടാക്കിയിട്ടാണ് മത്സരിച്ചത്. ആ മത്സരത്തിൽ 3/2 ഭാഗം ഭൂരിപക്ഷം പാർലമെൻറ്റിൽ നേടാനായി. 3 സീറ്റ് ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിന് ഈ പറയുന്ന വലിയ വിപുലമായ, അതിവിപുലമായ 10-20 പാർട്ടികളാണ് ചേർന്നുകൊണ്ട് ഭൂരിപക്ഷം മാത്രമല്ല 3/2 ഭാഗം ഭൂരിപക്ഷമുള്ള ഒരു ഭരണ സംവിധാനം രൂപപ്പെട്ടു എന്നുള്ളതാണ് സിലോണിൻ്റെ പ്രത്യേകത. വലതുപക്ഷ നിലപാടുകൾക്കെതിരായി മൂർത്തമായ സാഹചര്യത്തിൽ മാർക്സം മൂർത്തമായി പ്രയോഗിച്ചപ്പോൾ എങ്ങനെയാണ് ദസനായകയ്ക്ക് കേവല ഭൂരിപക്ഷം മാത്രമല്ല 3/2 ഭാഗം ഭൂരിപക്ഷം കിട്ടിയത് എന്നത് ആ സാഹചര്യവുമായിട്ട് വെച്ച് പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തത വരുള്ളൂ. ശ്രീലങ്കയുടെ സാമ്പത്തിക സ്ഥിതിയൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. കടം വാങ്ങിയ കടം തിരിച്ചു കൊടുക്കാനാവാതെ ഒരുതരം രാജ്യം തന്നെ ജപ്തിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഒരുപാട് സംഭവ പരമ്പരകൾ അവിടെ ഉണ്ടായത്. അതേപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്ന പോലെ നേപ്പാളിലും കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയാണ്. സോവിയറ്റ് റഷ്യ തകർന്നെങ്കിലും അത് മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുമ്പോൾ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യവും നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ കാണാം. പക്ഷേ അതത്ര രൂക്ഷതരമായ രീതിയിൽ 1-ാം ലോകമായുധവും 2-ാം ലോകമായുധവും സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഒരു തീവ്രതയിൽ വരുന്നില്ല എന്നതാണ് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെപ്പറ്റി കാണാനാവുക. കാരണം ഒരു ലോക യുദ്ധത്തിലേക്ക് പോയാൽ ഉണ്ടാവുന്ന അപകടം 2 ഭാഗത്ത് നിൽക്കുന്നവർക്കും മനസ്സിലാവുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉക്രൈന് പിന്തുണ നൽകിക്കൊണ്ട് റഷ്യക്കെതിരായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നത്. നാറ്റോ സഖ്യ വിശദീകരണവുമായി അതിൻ്റെ വിപുലീകരണവുമായി ഉക്രൈനെ ഉപയോഗിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വൈരുദ്ധ്യ ശക്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഉപരോധത്തിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിൽ കണ്ടു കാണും, ഗ്യാസിൻ്റെ വില യൂറോപ്പിൽ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഉപരോധമാണ്. ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് റഷ്യ. ആ റഷ്യയിൽ നിന്ന് ഗ്യാസ് വാങ്ങാൻ പാടില്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പാടില്ല എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന് അനന്തരഫലം എന്താ? അനന്തരഫലം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് യൂറോപ്പിനെ തള്ളിമാറ്റുന്ന രീതിയിൽ ഗ്യാസിൻ്റെ വില അവരാഗ്രഹിക്കാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ചിത്രമാണ്. എങ്ങനെയൊക്കെയാണ് ഇത് രൂപപ്പെട്ടു വരിക എന്നുള്ളതിൻ്റെ ഒരു ഭാഗം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യവും അത് അണയാതെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആളിക്കത്തുന്ന രീതിയിൽ അതിപ്പോഴും പ്രതിഫലിക്കുന്നില്ല എന്ന് മാത്രം. സാമ്രാജ്യത്വ രാജ്യങ്ങളും മറ്റ് 3-ാം ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വൈരുദ്ധ്യം അതും ശക്തിയായിട്ട് തുടരുകയാണ്. സാമ്രാജ്യത്വത്തിൻ്റെ പിൻബലത്തോടുകൂടി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പലസ്തീനെതിരായിട്ടുള്ള യുദ്ധം, ആ രാജ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ എന്ന് UN അല്ല ഏത് വന്നാലും ഞങ്ങളതിന് വിധേയപ്പെടില്ല എന്ന് പരസ്യമായിട്ട് പറയുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നമ്മൾ കാണുകയാണ്. ലോകം മുഴുവൻ ഒറ്റക്കെട്ടായാലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. വീറ്റോ ചെയ്യാൻ അമേരിക്ക ഉണ്ട്. അവിടെ ഒരു പ്രമേയവും അവിടെ പാസ്സാക്കാനാവില്ല. ഇസ്രയേലിനെതിരായിട്ട്, ഈ യുദ്ധത്തിനെതിരായിട്ട് വംശഹത്യ നടത്തുകയാണ്. കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുകയാണ്. അതിപ്പോഴും വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ്. ഈ വൈരുദ്ധ്യം ശക്തിയായി തുടരുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലേക്കും അതിൻ്റെ കടന്നുകയറ്റമുണ്ട്. ഭരണാധികാരികളെ തന്നെ നിരന്തരമായിട്ട് കൊന്നൊടുക്കുന്ന ചിത്രം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇറാഖിൻ്റെയും ഇറാൻ്റെയും ഒക്കെ സംഭവ പരമ്പരകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നില്ല. ഇത് 3-ാം ലോക രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്കെതിരായ സാമ്രാജ്യത്വ കടന്നാക്രമണത്തിൻ്റെ രീതിയാണ്. സമ്പത്ത് മുഴുവൻ സാമ്രാജ്യത്വ ശക്തികൾ കൈയടക്കിയിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള സമ്പത്തിൻ്റെ 90% ഈ 10% കയ്യിലാണ് ഉള്ളത്. ഈ രീതി ഒരു കേന്ദ്രീകൃതമായ സമ്പത്ത് വ്യവസ്ഥയായിട്ടാണ് സാമ്രാജ്യത്വം നിലകൊള്ളുന്നത്. അത് കൂടുതൽ ദരിദ്രരെ കൂടുതൽ ദരിദ്രരുടെ ദുരിതത്തെ അത് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ തന്നെ ഉൽപ്പന്നമാണ് 4-ാമത്തെ പ്രശ്നം. അത്
ഭരണകൂടങ്ങളും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അത് അമേരിക്ക ഉൾപ്പെടെ ലോകത്തെമ്പാടും ഏതെങ്കിലും ഒരു രാജ്യത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യവൽക്കരണ കാലത്ത്, ആഗോളവൽക്കരണ കാലത്ത് ഈ രീതിയിൽ വരുന്ന നിലപാടിൻ്റെ സാമ്പത്തിക സമീപനത്തിൻ്റെ ഭാഗമായി കൂടുതൽ പൊറുതിമുട്ടുന്ന, കൂടുതൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, യുവാക്കൾ, പുതിയ തലമുറ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ശക്തിയായ സമരത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് വരുന്നു. UK തൊഴിലാളി വർഗം സമരം നടത്തുന്ന പ്രക്ഷോഭം നമ്മൾ കാണുന്നു. അവിടെ ഇപ്പോൾ തീവ്ര വലതുപക്ഷത്തിൽ നിന്ന് മോചിതമായ രീതിയിൽ ലേബർ പാർട്ടിക്ക് തന്നെ മുൻകൈ കിട്ടിയ സാഹചര്യം. ഫ്രാൻസിലെ അതിശക്തിയായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് മുന്നേറാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വർത്തമാന കാലം. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ, ഇന്ത്യ ഉൾപ്പെടെ, ഏഷ്യ വൻകരയിലെ ഏറ്റവും പ്രബലമായ ഇന്ത്യ രാജ്യത്തുൾപ്പെടെ അതിശക്തിയായ പോരാട്ടങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക് കർഷകരുടെ, തൊഴിലാളികളുടെ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പോരാട്ടങ്ങൾ നമ്മൾ കാണുകയാണ്. യാദൃശ്ചികമല്ല. ആഗോളതലത്തിൽ തന്നെ ഭരണകൂടത്തിൻ്റെ കടന്നാക്രമങ്ങൾക്ക് വിധേയമാവുന്ന സാധാരണ ജനത, തൊഴിലാളികൾ, അധ്വാനിക്കുന്ന ജനത വലിയ പോരാട്ടങ്ങളിലേക്ക്, അവരോടൊപ്പം ചേർന്ന് യുവാക്കൾ, വിദ്യാർത്ഥികൾ വമ്പിച്ച രീതിയിലുള്ള സമരങ്ങളും പോരാട്ടങ്ങളും രൂപപ്പെടുത്തുന്ന വർത്തമാന കാലത്തിൻ്റെ പ്രത്യേകത കൂടി നമ്മൾ കാണണം. ഞാനീ അതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാർവദേശീയ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ. സാമൂഹ്യ പരിവർത്തനത്തിനുതകുന്ന സാർവദേശീയ വൈരുദ്ധ്യങ്ങളിൽ മൂർച്ഛിച്ചു നിൽക്കുന്ന സാമ്രാജ്യത്വ സോഷ്യലിസ്റ്റ് ശക്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യവും, അതുപോലെ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞ ഭരണകൂട വ്യവസ്ഥയും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യവുമെല്ലാം മൂർച്ഛിച്ച നിലയിലെത്തി നിൽക്കുകയാണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അത്രത്തോളം മൂർച്ഛിക്കാതെ നിൽക്കുന്നത്. മൂന്നാം ലോക രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ശക്തിയായി തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെങ്ങനെ ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെയും അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ പുതിയ ചുമതലകളെയും നമുക്കെങ്ങനെയാണ് കാണാനാവുക? ഇതാണ് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സാർവദേശീയ തലത്തിലുള്ള നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ തീവ്ര വലതുപക്ഷ ശക്തി ഇവിടെയും അധികാരത്തിൽ വന്നിരിക്കുന്നു വീണ്ടും. അതാണ് നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേം. നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേം അധികാരത്തിൽ വരുമ്പോൾ അവരെന്താണ് ആഗ്രഹിച്ചത്, നമ്മളെന്താണ് പ്രതിരോധിച്ചത്, രണ്ടും വ്യക്തമാവണം. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 370 സീറ്റ് മുതൽ 430 സീറ്റ് വരെ കിട്ടണം. അത് വെറുതെ പറഞ്ഞൊരു നമ്പറല്ല. 430 വരെ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മൗലികമായി ഭേദഗതി ചെയ്യണം. എങ്ങനെയാണ് ഭേദഗതി ചെയ്യുക? സനാതന ധർമ്മത്തെപ്പറ്റി ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. ചർച്ച ചെയ്യണം. കേരളത്തിൽ സനാതന ധർമ്മത്തെപ്പറ്റി ചർച്ച ചെയ്തു പോയാൽ എന്തോ അപകടം വരുന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. മുഖ്യമന്ത്രി കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ശിവഗിരി തന്നെ, മറ്റെവിടെയല്ല. അതിൻ്റെ കൃത്യമായ അർത്ഥം മനുസ്മൃതി അധിഷ്ഠിതമായ ചാതുർവർണ്ണ്യ വ്യവസ്ഥയാണ്. അതാവണമെന്നവർ പറയാണ്. അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു അശ്ലീലമാണ്. ജനാധിപത്യ വിപ്ലവം നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാതെ ഭൂപ്രഭുത്വത്തിൻ്റെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊക്കിയത്. ഈ മുതലാളിത്തം ഫ്യൂഡലിസത്തിൻ്റെ മേലെ കെട്ടിപ്പൊക്കിയപ്പോൾ ഫ്യൂഡൽ ജീർണത മുഴുവൻ അതിൻ്റെ അടിത്തറയായി നിലകൊള്ളുകയാണ്. അത് സാമ്പത്തിക മേഖലയിലുമുണ്ട്, ആശയതലത്തിലുമുണ്ട്. ഈ ആശയതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാതുർവർണ്ണ്യ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കണം. അതിനുള്ള ഭരണഘടന വേണം. അതാ ഞാൻ പറഞ്ഞ അശ്ലീലാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഉൾക്കൊള്ളുന്ന 4 വർണ്ണം. വർണ്ണമില്ലാത്തവരാണ് തൊട്ടുകൂടായ്മ അനുഭവിച്ച മുഴുവൻ ജനങ്ങളും. അത് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനൊന്നുമല്ല, അത് ചണ്ടാള വിഭാഗം. അതിൻ്റെ അപ്പുറത്തുള്ളവരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ OEC, OBC ഉൾപ്പെടെ മുഴുവൻ വിഭാഗവും
വർണ്ണമില്ലാത്തവരാണ്. അവർക്കാണ് പേര് അവർണർ. അവർണരാരും സവർണ വിഭാഗത്തിൽപ്പെട്ടവരല്ല, വർണ്ണ വിഭാഗത്തിൽപ്പെട്ടവരല്ല. ഈ അവർണ വിഭാഗത്തിൻ്റെ ഏതാണ്ട് ഇന്ത്യൻ ജനസംഖ്യയിലെ ഹിന്ദു വിഭാഗത്തിൽ ബീഹാർ മോഡലായി പരിശോധിച്ചപ്പോൾ ഒരു 85% വരും. ചെറിയ നമ്പറിൽ 85%. അതിൻ്റെ സെൻസസ് എടുക്കണം എന്നാണ് ഇപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. CPM ഉൾപ്പെടെ പറഞ്ഞത് സെൻസസ് എടുക്കണം. സർവേ നടത്തിയപ്പോഴാണ് 15% സവർണർ. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ശൂദ്രർ എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരാണെന്നാണ് പല ആളുടെയും ധാരണ. അല്ല, അത് വർണ്ണില്ലല്ലോ, അത് അവർണരാ, അത് ചണ്ടാള വിഭാഗമാണ്. നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണരും ക്ഷത്രിയരും എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ക്ഷത്രിയരൊന്നുമില്ല, രാജാക്കന്മാർ വളരെ ചെറിയ കൈവിരലെണ്ണാവുന്നവരാണ്. അപ്പോൾ ബ്രാഹ്മണരും വളരെ കൂടുതലൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വൈശ്യരാണ്. വൈശ്യർ എന്ന് പറഞ്ഞാൽ കച്ചവട സംവിധാനമാണ്. അതുകൂടി ഇല്ല. ഒന്നുകിൽ ഇവിടെ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുത്വൻ്റെ ചില ആളുകളോ ആണ്. പിന്നെയുള്ളത് ശൂദ്രരാണ്. ശൂദ്രർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നായർ, നമ്പ്യാർ ഉൾപ്പെടെയുള്ള വിഭാഗമാണ്. അവരും കൂടി ചേരുവരുത് അതിൽ. അവർക്ക് വർണ്ണമുണ്ട്. അത് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 10-12%. അതും കൂടി ചേർത്താണ് ഇവിടെ 15% പറഞ്ഞത്. സുമാരൻ നായർ നേരെ 12% എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 12 കൂട്ടിയത്. അങ്ങനെ കൂട്ടിയില്ല ഞാൻ പറയുന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം. അമിത്ഷാ പറയുകയാണ് അംബേദ്കർ ജപിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു പ്രാന്താന്ന് നോക്കിയാട്ട് നിങ്ങൾ, എന്തൊരു ഭ്രമം, എന്തൊരു വിരോധം. അംബേദ്കർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പ്രയാസം, എന്നിട്ട് പരിഹസിക്കുക. അതൊന്നും വെറുതെ പറയുന്നില്ല. ഈ ഭാഷാ പ്രയോഗങ്ങളെല്ലാം വെറുതെ ഉണ്ടാവുന്നതല്ല. അത് ജീവിതം തന്നെ രൂപപ്പെടുത്തുന്ന അതിൻ്റെ തന്നെ സത്തയാണ് ഭാഷയായി പുറത്തു വരുന്നത്. അംബേദ്കർ എന്ന് കേൾക്കാൻ പറ്റില്ല. ഈ ഭരണഘടന പറ്റില്ല, പിച്ച് ചീന്തണം എന്ന് പറഞ്ഞവരാണ് അവർ. അപ്പോൾ ഒരു പുതിയ ഭരണഘടന, ആ ഭരണഘടനയാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സനാതനധർമ്മം. ഏത് സനാതനന്? ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ, അടിമതുല്യമായി ജീവിച്ച ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഏതു ഭാഗമാണ് സനാതന ധർമ്മം? എവിടെ? കേരളത്തിലെ കർഷക തൊഴിലാളികൾ, കൃഷിക്കാരുൾപ്പെടെയുള്ള ജനവിഭാഗം സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഉച്ചസ്ഥലത്തിലേക്ക് മുമ്പോട്ടേക്ക് വന്നവരാണോ? ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുക. ഇന്ന് ചന്ദ്രു പറഞ്ഞിട്ടുണ്ട്, ഒന്നും മനസ്സിലാക്കാണ്ടാണ് ഈ പദം തന്നെ ഉപയോഗിക്കുന്നത്. സനാതനധർമ്മം എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണെന്നാണ്. നിഘണ്ടുവിൽ തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥമുണ്ട്. ഹിന്ദുത്വ മുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശരിയായ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് വി ഡി സതീശൻ ശ്രമിക്കുന്നത്. വി ഡി സതീശൻ പറഞ്ഞു, വേദം, ഉപനിഷത്തുകൾ, തത്വമസി, ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് സനാതന, ഇതല്ല എന്തിൻ്റെ സനാതനധർമ്മ? അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അടിമത്ത തുല്യമായി ജീവിച്ച ഈ കേരളം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ എന്തെങ്കിലും സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ? സുകുമാരൻ നായർ പറയാണ്, ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല. ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ മമ്മത്ത് പത്മനാഭനില്ല, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ, നമ്പ്യാരെ പോലെ ഒരു പത്മനാഭൻ ഉണ്ടാവുമായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഉണ്ടായത് എന്തുകൊണ്ടാ? മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അധസ്ഥിതരായ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് സവർണ വിഭാഗത്തിൻ്റെ ഭാഗമായി ജാഥ നയിച്ച് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തുന്ന നേതൃത്വം കൊടുത്ത് അവിടെ ഇവിടെയെല്ലാമുള്ള പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന നായകരുണ്ടായത്. ആ നല്ലപോലെ മനസ്സിലാക്കണം. എന്നിട്ട് എന്തെങ്കിലും പദം ഉപയോഗിക്കല്ല. വളരെ ഫലപ്രദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗം പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗിച്ച്, ഭൂരിപക്ഷം ഉപയോഗിച്ച്, ഈ നേരത്തെ പറഞ്ഞ അശ്ലീലം,
ആ ശൈലിയും ഇതാണ് ചാതുർവർണ്ണ വ്യവസ്ഥക്ക് അടിസ്ഥാനമായ ഒരു ഭരണഘടന. അതുപയോഗിച്ച് ഈ ഇന്ത്യയിൽ 2025 ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കാം. RSSൻ്റെ 100ാം വാർഷികത്തിൽ ഇതായിരുന്നു പരിപാടി. പക്ഷേ ഇന്ത്യൻ ജനത അത് സമ്മതിച്ചില്ല. അതിനെ ശക്തിയായിട്ട് പ്രതിരോധിച്ചു. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് രാമക്ഷേത്രത്തിലുണ്ടായി, ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് ശങ്കരാചാര്യന്മാർ നിർബന്ധിച്ച് വിശദീകരിച്ചിട്ടും അവരതിന് കൂട്ടാക്കിയില്ല. പണി പൂർത്തിയാവാതെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. മഴ പെയ്തപ്പോൾ ചോർന്നൊലിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതും ഞാൻ നേരത്തെ പറഞ്ഞ പദം വേണമെങ്കിൽ അതിനും ഉപയോഗിക്കാം. എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയമായി രാമക്ഷേത്രത്തെ, അതിൻ്റെ വിശ്വാസത്തെ നിങ്ങൾ കണ്ടു. പക്ഷേ ഫാസിയാബാദ് എന്ന നിയോജക മണ്ഡലമാണ് ഈ പറയുന്ന രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള മണ്ഡലം. അവിടെ ഒരു സവർണനെ നിങ്ങൾ നിർത്തി. അവിടെ SP ഒരു പട്ടികജാതിക്കാരനെ നിർത്തി. അവസാനം ഫാസിയാബാദ് മണ്ഡലത്തിൽ BJP തോറ്റു. അവിടെ SP ജയിച്ചു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി. അവിടെ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, UP 7 മണ്ഡലങ്ങളിൽ, അവിടെ അതിൻ്റെ ചുറ്റുവട്ടമുള്ള 7 മണ്ഡലങ്ങൾ BJP തോറ്റു. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ വേദി ബ്ലോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ബ്ലോക്ക് കുറേയും കൂടി കാര്യക്ഷമമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് 38 സീറ്റിൻ്റെ കുറവാണ് ഉണ്ടായത്. 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ BJPയെ താഴെ ഇറക്കാനാവുമായിരുന്നു. കോൺഗ്രസ് ആ ഗൗരവപൂർണമായ നിലപാട് സ്വീകരിച്ചില്ല. ഇലക്ഷന് മുമ്പും സ്വീകരിച്ചില്ല, അതിന് ശേഷവും സ്വീകരിക്കുന്നില്ല എന്ന് നമുക്കിപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അറിയാം. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പിൽ അവരെടുത്ത നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹരിയാന പോലെ അവർ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും അവർ തോൽക്കുന്ന നില ഉണ്ടായി. അപ്പോൾ ശരിയായ രീതിയിൽ BJPയെ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ ഒരു പ്രതിരോധ നിര ചുമക്കുന്നതിൽ കോൺഗ്രസ്സിന് മുൻകൈയെടുക്കാനാവുന്നില്ല. നമ്മളെ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ധാരണയുണ്ട്. CPMന് എങ്ങനെയാ ധാരണ? കഴിഞ്ഞ 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയമാണല്ലോ നമ്മുടെ അടവ് നയം. ആ അടവ് നയത്തിൽ പാർട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിലവിലുള്ള സാഹചര്യത്തിൽ BJPയെ നമുക്ക് തോൽപ്പിക്കാം. കോൺഗ്രസ് പോലും ആലോചിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയെന്നാണ് പിന്നെ അവരുടെ ചോദ്യം. അടുത്ത ചോദ്യം അതാണ്, എങ്ങനെ? നമ്മൾ പറഞ്ഞു 37% വോട്ട് മാത്രമേ BJPക്കുള്ളൂ. 37% വോട്ട് BJP ഒപ്പം ചേർന്നവർക്ക്. ബാക്കിയുള്ള വോട്ട് 63% ഉണ്ട്. 37% കഴിഞ്ഞാൽ ഈ 63% വോട്ട് ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുക്കുക. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊന്നും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ സംസ്ഥാനത്തിലെ പ്രാദേശിക പാർട്ടികളുണ്ട്, അതുപോലെ തന്നെ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്. ഓരോ സംസ്ഥാനമായി എടുക്കുക. ആ സംസ്ഥാനങ്ങളിൽ BJP വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമാവില്ല. ഓരോ മണ്ഡലം കണക്കാക്കി ആ മണ്ഡലത്തിലെ പാർട്ടി ആരാണോ മത്സരിക്കുന്നത് അവർക്ക് ഈ BJP വിരുദ്ധ വോട്ട് മുഴുവൻ കൃത്യമായിട്ട് പോൾ ചെയ്താൽ BJPയെ താഴെ ഇറക്കാനാവും. CPM ആണ് അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഭാഗമായി, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മാർഗദർശിയായി നിലകൊള്ളുന്ന അടവ് നയം. അത് വന്നപ്പോൾ പിന്നെയും സംശയമായി, ആരാണ് ഇതിന്? കോൺഗ്രസ്സിന് പറ്റുമോ? കോൺഗ്രസ് ഇല്ല. അപ്പോഴാണ് സഖാവ് യെച്ചൂരി തന്നെ മുൻകൈയെടുത്ത് നിങ്ങൾക്കറിയുന്നത് പോലെ നിതീഷുമായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് നിതീഷിനെ തന്നെ ഈ ഓഫീസുകളിലൊക്കെ നമ്മൾ പോകുമ്പോഴുണ്ടാവുന്ന പരിമിതി ഉണ്ടല്ലോ, നിതീഷ് തന്നെയാണ് ഇവരെല്ലാം കാണാൻ പോയത്. നമ്മളെ കാണാനും വന്നു, അതിൻ്റെ ശേഷം ഇവരെല്ലാം കാണാൻ പോയി. കീരിയും പാമ്പും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയായിരുന്നു. ഓരോന്നിനെയും കണ്ടു. നമുക്ക് BJPക്കെതിരായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകേണ്ട കാര്യം സംസാരിച്ചു. അത് സംസാരിച്ചു കൊണ്ടിരുന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് നമുക്ക് ഒരു സംവിധാനത്തിന് അതിൻ്റെ ചെയർമാനായി
ഗഡ്കരി ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ തന്നെ ആക്കണം എന്ന മുദ്രാവാക്യം. കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ ഇതിൻ്റെ ചെയർമാനായിട്ട് വരണം. അപ്പോൾ നിതീഷിന് മനസ്സിലായി സംഗതി പോക്കാണ്. ഇവരെല്ലാം അവസരവാദികളാണല്ലോ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അവർക്ക് യാതൊരു മടിയുള്ളവരല്ല. ഇത് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് നിതീഷ് മറുകണ്ഠം ചാടി BJP ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചു പോയത്. അപ്പോൾ ആകെ ക്ഷീണായി. അയ്യോ, ഇനി എന്താ വഴി? നിതീഷും കൂടി പോയി. ആരാണോ മുൻകൈ എടുത്തത്, ആ മുൻകൈ എടുത്ത നിതീഷ് പോയി. അപ്പോഴും CPIM പറഞ്ഞു, യെച്ചൂരി തന്നെ പറഞ്ഞു, ഭയപ്പെടണ്ട, ഈ 37% വോട്ട് കിട്ടുന്ന സന്ദർഭത്തിൽ നിതീഷും അപ്പുറം തന്നെയായിരുന്നു. അല്ല, വേറെ എന്തെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിക്കണ്ട, നിതീഷ് അപ്പുറം തന്നെയാണ്. എന്നിട്ടാണ് 37% വോട്ട് അവർ കിട്ടിയത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകത വെച്ചുകൊണ്ട് പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ ചേർന്ന് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള എല്ലാ വിഭാഗവും ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ അതിനാവശ്യമായ രീതി നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. അതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് പിന്നീട് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായത്. സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ യെച്ചൂരിയുടെ യാത്ര നൽകുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഇന്ത്യ ബ്ലോക്കിൻ്റെ അതിന് രൂപം നൽകിയതിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് എന്നാണ് സീതാറാം യെച്ചൂരി. ആ രീതിയിൽ CPIMന് നല്ല പങ്കുവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ പങ്കുവഹിച്ചു എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംഭവം വന്നു. അത് ഭരണഘടന മാറ്റാൻ അവർക്ക് സാധിച്ചില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ് അധികാരത്തിൽ നിൽക്കുന്നത്. പക്ഷേ വർത്തമാന കാലഘട്ടത്തിലും അവർ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി തന്നെ നിലകൊള്ളുകയാണ്. അവരുടെ പഴയ മന്ത്രിമാരെ പലരും മാറ്റിയിട്ടില്ല. ആ മന്ത്രിമാരെ തന്നെ ഉപയോഗിച്ചിട്ട് മുമ്പത്തെ പോലെ തന്നെ കാര്യങ്ങൾ തുടരാൻ കൂട്ടുകക്ഷി ഗവൺമെൻറ്റിലും BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപകടം തന്നെയാണ്. അവർക്ക് വലിയ വോട്ട് വ്യത്യാസം വന്നിട്ടില്ല. സീറ്റെല്ലാം കുറഞ്ഞിട്ടുണ്ടെങ്കിലും BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടിയില്ല. എന്നാൽ വലിയ കുറവ് സംഭവിച്ചില്ല എന്നുള്ളതും നമ്മൾ കാണണം. അപ്പോൾ ഈ അപകടം തുടരുകയാണ്. വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഈ അപകടത്തെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്കിപ്പോഴും അഖിലേന്ത്യാടിസ്ഥാനത്തിലും സംസ്ഥാന തലത്തിലും BJP വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമാവാതെ അവർക്കെതിരായി ശക്തിമത്തായിട്ട് നിലകൊള്ളാൻ കഴിയുന്ന ഒരു പ്രതിരോധ നിര തീർക്കാൻ ഇപ്പോഴും ബാധ്യതയുണ്ട്. ഒന്നാമത്തെ ശത്രു ഇപ്പോഴും BJP തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ദൗർബല്യം നമുക്കറിയാം. മൃദു ഹിന്ദുത്വ സമീപനം കൈകാര്യം ചെയ്യുന്നും ഉണ്ട്. ഈ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അവരിപ്പോഴും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. മുമ്പാണെങ്കിൽ നമുക്കറിയുന്നത് പോലെ പൗരത്വം എന്നത് മതാടിസ്ഥാനത്തിലാക്കുക, പൗരത്വ ഭേദഗതി നിയമം, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏകൽ സിവിൽ കോഡ്, എല്ലാം ഒരു ദിശയിലേക്കാണ് യാത്ര. അത് ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ അപകടം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് CPIM ഇപ്രാവശ്യവും ഫലപ്രദമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ BJPയെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല എന്നാണ് അത് സംബന്ധിച്ച് വ്യക്തമാക്കാനുള്ളത്. ഇവിടെ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ എണ്ണം കൂടുന്നില്ല. ബംഗാളും ത്രിപുരയും ഫലപ്രദമായിട്ട് തിരിച്ചു വരാതിരിക്കുന്ന ഘട്ടത്തിൽ കേരളമായിരുന്നു വളരെ ഫലപ്രദമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത്. കേരളത്തിലും നമുക്ക് ജയിക്കാനായില്ല. ജയിക്കാനാവാതിരുന്നതിൻ്റെ പരിമിതി എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ മറ്റിതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസുമായിട്ടാണ്. ഇന്ത്യ ബ്ലോക്കിൻ്റെ പ്രബല വിഭാഗമായ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വന്ന് വയനാട്ടിൽ മത്സരിക്കുകയാണ്. ഇപ്പോഴും പ്രിയങ്ക ഗാന്ധി. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ
നമ്മളെല്ലാം തീർത്ത ആശയ തലത്തിൽ നിന്നുകൊണ്ട് നല്ല മോഡി വിരുദ്ധ രാഷ്ട്രീയം ജനങ്ങളിലുണ്ട്. കോൺഗ്രസ് ഒന്നും ഉണ്ടാക്കിയ രാഷ്ട്രീയമല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ രാഷ്ട്രീയമാണ് മോഡി വിരുദ്ധ രാഷ്ട്രീയം, BJP വിരുദ്ധ രാഷ്ട്രീയം, വർഗീയതയ്ക്കെതിരായ രാഷ്ട്രീയം, പാർലമെൻ്ററി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും എല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന, ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കി RSS നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുന്ന, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള യാത്രയാണ്. ആ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അവതരിപ്പിച്ച് കേരളീയ മനസ്സുകളിൽ ഫലപ്രദമായി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് CPM-ന് ഈ മോഡി വിരുദ്ധ ചാമ്പ്യന്മാരാവാൻ സാധിച്ചു എന്നുള്ളത് ശരിയാണ്. അന്നും അതെ, ഇന്നും അതെ. കോൺഗ്രസിനെയോ അതുപോലെ ആരെയെങ്കിലും ഇവിടെ കേരളത്തിൽ നമുക്ക് ആശ്രയിക്കാനാവില്ല എന്ന് നമുക്കറിയാം. VD സതീശനാണ് ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ അതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയത്. കൈകൂപ്പി നിൽക്കുന്ന VD സതീശനെ നമുക്കെല്ലാം കാണാനായി ഗോൾവാൾക്കറുടെ മുന്നിൽ. ഞാനാണ് RSSൻ്റെ ശാഖക്ക് കാവലിരുന്നത് എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റിനെയും നമുക്ക് കാണാനായി. ഇതെല്ലാം ഉണ്ടായിട്ടും മോഡി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കൈയൊഴിഞ്ഞ് UDF-ന് അനുകൂലമായി എന്തുകൊണ്ട് കേരളത്തിലെ വോട്ടർമാർ ന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെ വോട്ട് ചെയ്തു? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതാണ് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പരിമിതി. ഞങ്ങൾ കണ്ടു അത് പരിമിതിയാണെന്ന്. ആ പരിമിതി കേരളത്തിന് വേണ്ടി വേറെ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യില്ല, നമുക്ക് പറയാനും പറ്റില്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വേദി തന്നെയാണ്. ഇവിടെ എന്താ ഉണ്ടായേ? കഴിഞ്ഞ പ്രാവശ്യം 2019 തിരഞ്ഞെടുപ്പിലും ഈ 24 തിരഞ്ഞെടുപ്പിലും ഉണ്ടായതെന്താ? രണ്ടും ഒരേ സീറ്റാണ് നമുക്ക് കിട്ടിയത്. അന്നൊരു സീറ്റ് കിട്ടി ആലപ്പുഴ, ഇന്നൊരു സീറ്റ് കിട്ടി ഇവിടെ. നമ്മുടെ MP ഇവിടെ ഇരിക്കുന്നുണ്ട്, രാധാകൃഷ്ണൻ, ആലത്തൂർ. രണ്ടിലും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആലത്തൂരും ആലപ്പുഴ ഒറ്റ സീറ്റേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ തോറ്റത്? നമ്മൾ നല്ല റിവ്യൂ നടത്തി, പരിശോധന നടത്തി. സെൻട്രൽ കമ്മിറ്റിയും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും താഴെ തലമുള്ള മുഴുവൻ കമ്മിറ്റികളും പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇന്ത്യയിലുടനീളം BJPയെ എതിർക്കുന്നു. ആ എതിർക്കുന്നതിന് പല സ്ഥലത്തും കോൺഗ്രസുമായിട്ട് നമ്മൾ ഐക്യപ്പെട്ട് മുന്നോട്ടേക്ക് വരുന്നു, ധാരണയുണ്ടാക്കി മത്സരിക്കുന്നു. ബംഗാൾ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇവിടെ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു. അങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ ഇവിടെയുള്ള BJP വിരുദ്ധ ബോധമുള്ള മനുഷ്യരിൽ നിങ്ങളാകെ മത്സരിക്കുന്നത് 55 സീറ്റിലല്ലേ? എന്തെങ്കിലും രീതിയിൽ BJPയെ തോൽപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിനല്ലേ? ഈ ഒരു മനസ്സ് മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരിലും അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയിലും നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് 2019 സ്വാധീനിച്ചിട്ടുണ്ട്, 2024 സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മോഡി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന CPIM-ന് കേരളത്തിൽ സീറ്റ് ലഭിക്കാതിരിക്കുന്നു എന്നുള്ള പ്രശ്നം. ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കണ്ടുപിടിച്ചതൊന്നും ഞാൻ ഗവൺമെൻറ്റിന് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പാർട്ടിയുടെ ദൗർബല്യങ്ങളുണ്ട്, സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടപ് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന പരിമിതി കൂടി കണക്കിലെടുത്തിട്ട് വേണം ഇനി ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ. ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ്, അതിൽ നിന്ന് വ്യത്യസ്തമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. മൂന്ന് പാറ്റേണാണ്. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ നല്ലതുപോലെ തോറ്റു. 123 സീറ്റ് മണ്ഡലങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ UDF-ന് അനുകൂലമായിരുന്നു. 123 സീറ്റ്. ഇപ്രാവശ്യമല്ല, 2019. അപ്പോൾ മനോരമ, മാതൃഭൂമിയും മാധ്യമ ശൃംഖലകൾ മുഴുവൻ UDF, കോൺഗ്രസ്, ലീഗ് എല്ലാം പിണറായി വിജയൻ്റെ 5 കൊല്ലം തൊട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ
പിന്നെ ഞങ്ങളുടെ സ്വർണ്ണകാലം, UDF ജയിച്ച് അധികാരത്തിൽ വരാൻ പോവാണ്. അതാണ് ശീലം, മുമ്പത്തെ ശീലം അതാണ്. അതുകൊണ്ട് തീർച്ചയായും അധികാരത്തിൽ വരും. അന്നാണെങ്കിൽ കേന്ദ്ര ഏജൻസികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിരവധിയായ അന്വേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, മാധ്യമങ്ങൾ മുഴുവൻ നമുക്കെതിര്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു, നേരത്തെ പറഞ്ഞ 19 സീറ്റ് വേറെ, 123 സീറ്റിൽ നിങ്ങളുടെ ഭൂരിപക്ഷം വേറെ. ഇലക്ഷനിൽ ഈ എല്ലാ പ്രചാരവേലിയും മാധ്യമ ശൃംഖലകൾ മുഴുവൻ നമുക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങൾ, കള്ളത്തരങ്ങൾ എല്ലാം പ്രചരിപ്പിച്ച് വാസ്തവ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടും ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലം. 99 സീറ്റ്, 123 മാറി 99 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2ാം ടേം അധികാരത്തിൽ വരാൻ പിണറായി വിജയനെ സഹായിക്കുന്ന നിലപാട് ജനങ്ങൾ സ്വീകരിച്ചു. ഇതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു പ്രത്യേകത വെറുതെ എങ്ങനെയെങ്കിലും ഉണ്ടായ ഒന്നല്ല, അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. ആ ചരിത്രപരമായ പശ്ചാത്തലം എന്താ? ഈ ആധുനിക കേരളത്തെ ഇന്നത്തെ കേരളമാക്കി ലോകത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു കേരളം പോലെങ്കിലും വേണം. സോഷ്യലിസം എന്നല്ല അവർ പറയുന്നത്, കേരളം പോലെ. എന്തേ ഈ കേരളത്തിൻ്റെ ഈ വളർച്ചയുടെ അടിസ്ഥാനം ഒരു സുപ്രഭാതത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉണ്ടായതാണോ? അല്ല. ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സമരം, പ്രത്യേകിച്ച് സഖാവ് നേതൃത്വം കൊടുത്തുകൊണ്ട് സഖാവ് VMSൻ്റെ നിലപാട്, 1.5 കോടി മലയാളികളുടെ മാതൃഭൂമിയാണ് ഈ കേരളത്തിൻ്റെ ചുറ്റുവട്ടമെന്ന് കൃത്യമായിട്ട് അവതരിപ്പിച്ച ആ ദാർശനിക സമീപനം, ഇന്ത്യ സംസ്ഥാന വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഐക്യ കേരളം രൂപം കൊണ്ടു. ഐക്യ കേരളം രൂപം കൊള്ളുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 1956 ജൂണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ചേർന്നു തൃശ്ശൂരിൽ, സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായ കാര്യങ്ങൾക്ക് പുറമെ കേരളം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, കേരളത്തെ എങ്ങനെ വികസിപ്പിക്കണം, ഒരു ബദൽ നിലപാട് എങ്ങനെ. അന്ന് നമുക്ക് ഗവൺമെൻറ്റൊന്നും ഇല്ല കേട്ടോ, ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് ആലോചന പോലും ഇല്ല. പക്ഷേ നമ്മളൊരു ബദൽ നയം വെക്കുകയാണ് സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച വികസന രേഖയുടെ ഭാഗമായിട്ട് തയ്യാറാക്കിയ പ്രകടന പത്രിക വെച്ചുകൊണ്ടാണ് 57 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചത്. അപ്പോൾ ഭൂബന്ധത്തിലുള്ള മാറ്റം, കുടികിടപ്പുകാരോട് എടുക്കേണ്ട സമീപനം, വ്യാവസായിക രംഗത്ത് വരേണ്ടുന്ന മാറ്റം, വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്ടുന്ന മാറ്റം, സാംസ്കാരിക മേഖലയിൽ വരേണ്ടുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച, ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അതിനടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള പ്രകടന പത്രിക, അത് വെച്ചാണ് ഇലക്ഷൻ. ആ ഇലക്ഷനിലാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായി ജനഹിതമടിസ്ഥാനപ്പെടുത്തി ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ ഈ ഭൂമുഖത്ത് കേരളത്തിൽ ആദ്യമായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിച്ചത്. എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമായ കാഴ്ചപ്പാട് വെച്ച് ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ചേരുന്ന സ്വതന്ത്രന്മാർക്കും കൂടി ചേർന്ന് കേരളത്തിലെ അസംബ്ലിയിൽ ഭൂരിപക്ഷം കിട്ടി. ഇതൊരു കടമ്പ. ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കേരളമായത്, അന്ന് EMSൻ്റെ ഗവൺമെൻറ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കേരളമായത്. അതിൻ്റെ നിലപാടുകൾ എന്താണ് എന്നതാണ്. ഒന്നാമത്തെ നിലപാട്, അധികാരത്തിൽ വന്നിട്ട് 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും നടപ്പിലാക്കാത്ത, ഇന്നും പോലും നടപ്പിലാക്കാത്ത ഒരു നിലപാട് അന്ന് സ്വീകരിച്ചു. അതെന്താ? കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്. കുടിയൊഴിപ്പിക്കരുത്. അത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവൻ്റെ സനാതനധർമ്മം, ഭൂപ്രഭുവിൻ്റെ ധർമ്മം, കുടിയാന്മാർ, പാവപ്പെട്ടവർ, പട്ടിക ജാതിക്കാർ, പട്ടികവർഗ്ഗക്കാർ, കർഷക തൊഴിലാളികൾ അടിമതുല്യമായ ജീവിതം നയിക്കുന്ന കാലം, കൊല്ലാനും കൊല്ലിക്കാനും എല്ലാം അവകാശമുണ്ടായിരുന്ന ഭൂപ്രഭുത്വം, അതാ സനാതന ഹിന്ദു. കരക്കാട്ടിട്ട് നായനാർക്ക്, യശമാനന്മാർക്ക് ആരെയും കൊല്ലാം. വൈശായി കുണ്ടമെന്ന് പറയുന്നത് മനുഷ്യനെ കൊന്ന്
ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കൊല്ലിയാണ്. ഓടത്തുപാലത്തിനടുത്ത് എനിക്കെല്ലാം പരിചയമുള്ളപ്പോൾ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യനെ കുന്നുതള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊലമരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗമാണ്. കല്യാട്ടശമാനൻ്റെ ഭാഗമായിട്ട് വെച്ച് കാണൽ, കങ്കാണി, നൂരി, മുക്കാല്, വാശി, വണ്ണാത്തി, മാറ്റിമുടക്കൽ, കല്ലും തോലും വെച്ചുകെട്ടൽ, കൂലിയാൻ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകളുടെ കാലം, ജന്മിത്വത്തിൻ്റെ രാജവാഴ്ച. VMS പറഞ്ഞ ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ, ഇതാണിവൻ്റെ സനാതന ഹിന്ദു ധർമ്മം. ഇതല്ല ധർമ്മം എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് EMSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഡിനൻസ് 5-ാമത്തെ ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം ആ ഓർഡിനൻസിൽ പറഞ്ഞു, ഇനി ഒരു കുടിയാനെയും ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കരുത്, ഒരു കുടികിടപ്പുകാരനെയും കുടികിടപ്പിൽ നിന്ന് ഒഴിവാക്കരുത്. നിൽക്കാനൊരിടം കിട്ടി. നിൽക്കാൻ കിട്ടിയപ്പോഴാണ് മനുഷ്യന് തൻ്റെ ഇടം എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലായി. നിൽക്കാൻ ഒരിടം, ഇടമില്ലാതെ തൻ്റെ ഇടം ഉണ്ടാവില്ല. ഇത് 1957 ഏപ്രിൽ 11-ാം തീയതിയാണ്. ആ ഇടത്തിൽ നിന്നുകൊണ്ട് വിമോചന സമരമൊക്കെ നടന്നു, പ്രശ്നം വന്നു. എല്ലാ വർഗീയ ജനവിഭാഗങ്ങളും എല്ലാ ജാതീയ വിഭാഗങ്ങളും മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെ വിമോചന സമരത്തിൻ്റെ വക്താവായി മാറി എന്നുള്ളതൊക്കെ സത്യം. എല്ലാ വിഭാഗവും ചേർന്നു നമുക്കെതിരായിട്ട്, മഴവിൽ സഖ്യം പോലെ. പക്ഷേ ആ ഇടത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊഴിലാളി വർഗ പ്രസ്ഥാനവും വീണ്ടും മുന്നേറി. തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷെ ഭൂരിപക്ഷം കിട്ടിയില്ല 60-ലെ തെരഞ്ഞെടുപ്പിൽ. പിന്നീട് 1967 വീണ്ടും 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് VMS വീണ്ടും അധികാരത്തിൽ വന്നു. അന്ന് സപ്തകക്ഷി മുന്നണിയാണ്, വലിയ മുന്നണിയാണ്, വളരെ വിപുലമായ മുന്നണിയാണ്. 1969 ഒക്ടോബർ 14-ാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പുതിയ ദിനമാണ്. അന്നാണ് ഒരു വർഗം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന, ജന്മിത്വം അവസാനിപ്പിക്കുന്ന കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ഗൗരിയമ്മ വയലേറ്റ് ചെയ്ത് കേരള നിയമസഭ ഏകണ്ഠമായി പാസ്സാക്കിയത്, ചർച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം. 1969 ഒക്ടോബർ 14-ന് ഒരു വർഗം തന്നെ കേരളത്തിൽ ഇല്ലാതാവുന്നു, ജന്മി. ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗമാണ് ജന്മിത്വം. മുതലാളിത്ത ഭൂപ്രഭുത്വം അവസാനിച്ചിട്ടില്ല, പക്ഷേ ജന്മിത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു കേരളത്തിൽ. അത് വെറുതെ കഴിഞ്ഞതല്ല. 1969 ഒക്ടോബർ മാസം 14 കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു, ഡിസംബറായി. അപ്പോഴേക്ക് പുതിയ ഗവൺമെൻറ് വന്നു. നമ്മുടെ ഗവൺമെൻറ് പോയി, ഒരു കുറുമുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് കാർഷിക ഭൂപരിഷ്കരണ നിയമമെന്ന ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം നടപ്പിലാക്കാൻ തയ്യാറില്ല. കരുണാകരനാണ് അതിൻ്റെ മുൻകൈ. അപ്പോൾ പിന്നെന്താ വഴി? ഇന്ത്യക്ക്, ലോകത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാർക്സ് ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തിൽ ഒരു പുതിയ മാനം ചേർത്തു. പാർലമെൻ്ററി പ്രവർത്തനത്തിലൂടെ നമുക്ക് അധികാരത്തിൽ വരാനാവും, നിയമം നിർമ്മിക്കാനാവും. ഇടതുപക്ഷം അത് നടപ്പിലാക്കും, വലതുപക്ഷം അത് നടപ്പിലാക്കില്ല. ഇടതുപക്ഷം ഇവിടെ നിയമം പാസ്സാക്കി, പക്ഷേ നടപ്പിലാക്കാൻ തയ്യാറില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മളില്ല, പ്രതിപക്ഷത്താണ്. അപ്പോഴാണ് സഖാവ് സുന്ദരയ്യ ഉൾപ്പെടെ രാഷ്ട്രീയ ഇന്ത്യ മുഴുവൻ തിരുവനന്തപുരത്ത് വന്ന് EMS ഉൾപ്പെടെയുള്ള നേതാക്കളുമായി, VS ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി, അന്ന് CH കണാരനുണ്ട്, അഴീക്കോടൻ രാഘവനുണ്ട്, EK നായനാരുണ്ട്, ഇവരെല്ലാം ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചു. AKE ആണ് അതിൻ്റെ മുമ്പിൽ. അത് പാർലമെൻ്ററി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിയമനിർമ്മാണം, പാർലമെൻറ്റേതര മാർഗത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രക്ഷോഭങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ അത് പ്രാവർത്തികമാക്കൽ. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു പുതിയ കാഴ്ചപ്പാടാണ്. മാർക്സ് ലെനിനിസം എങ്ങനെയാണ് മൂർത്തമായിട്ട് പ്രയോഗിക്കേണ്ടത് എന്നതിൻ്റെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംഭാവന കൃത്യമായിട്ട് പറഞ്ഞു. പാർലമെൻ്ററി വ്യവസ്ഥയനുസരിച്ച് രൂപപ്പെടുത്തിയ ഈ നിയമം നിങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറില്ല. അപ്പോൾ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ
1969 ഡിസംബർ 14, കൃത്യം 2 മാസം, ഒക്ടോബർ കഴിഞ്ഞ് ഡിസംബർ 14, ആലപ്പുഴയിലെ അറവുകാട് മൈതാനത്തിൽ വലിയ സമ്മേളനം, 5 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത കർഷക തൊഴിലാളി സമ്മേളനം. സുന്ദരയ്യ ഉൾപ്പെടെ മുഴുവൻ നേതാക്കളും എത്തിയിരിക്കുന്നു. AKG ആണ് സമരപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത്. വളരെ ലളിതമായ പ്രസംഗം ഇങ്ങനെയാണ്: 1969 ഒക്ടോബർ 14 കാർഷിക ഭൂവൽക്കരണ ഭേദഗതി നിയമം പാസ്സായിരിക്കുന്നു. ഈ ഗവൺമെൻറ് അത് നടപ്പിലാക്കാൻ തയ്യാറില്ല. അടുത്തതാണ്, നിങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറായാലും ഇല്ലെങ്കിലും, അതാണ് വളരെ പ്രധാനപ്പെട്ട പ്രയോഗം, നടപ്പിലാക്കാൻ തയ്യാറായാലും ഇല്ലെങ്കിലും 1970 ജനുവരി മാസം 1, ഇത് 14-ാം തീയതിയാണ്, ഡിസംബർ 14-ലാണ്. 1970 ജനുവരി മാസം 1 അന്ന് ഈ നിയമം നടപ്പിലായതായി ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു. അത്രയേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. സമ്മേളനം പിരിഞ്ഞു, എല്ലാവരും നാട്ടിലേക്ക് പോയി. 1970 ജനുവരി മാസം 1 പുലരുന്നു. മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം 1-ാം തീയതി പുലരുമ്പോൾ എല്ലാം ഫീൽഡിലാണ്. എല്ലാ കുടികിടപ്പും വളച്ചു കെട്ടി, എല്ലാ പാവപ്പെട്ട മനുഷ്യൻ്റെയും ഭൂമി സ്വന്തമാക്കി വലിയ പോരാട്ടമായിരുന്നു, സമരമായിരുന്നു. ആലപ്പുഴയിലെ ഭാർഗവി ഉൾപ്പെടെയുള്ള സ്ത്രീ സഖാവ് ഉൾപ്പെടെ 18 സഖാക്കൾ രക്തസാക്ഷികളായി. ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ കേരളത്തിൽ ഉജ്ജ്വലമായ പോരാട്ടവും സമരവും AKG ഉൾപ്പെടെ നേതൃത്വം മുഴുവൻ രംഗത്ത്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ത്യാഗപൂർണമായ പോരാട്ടമാണ് നടന്നതെങ്കിലും തുടർന്ന് മിച്ചഭൂമിക്ക് വേണ്ടിയുള്ള സമരം, ആയിരക്കണക്കിന് ആളുകൾ ജയിലിലേക്ക്, വലിയ പീഡനം. CRP അന്നാണ് കേരളത്തിലേക്ക് വന്നത് വലിയ വടിയുമായിട്ട്. ആയിരക്കണക്കിന് സഖാക്കൾക്ക് മൃഗീയമായിട്ടുള്ള മർദ്ദന സംവിധാനത്തിൽ വിധേയപ്പെട്ടു, ജയിലിലേക്ക് കൊണ്ടുപോയി. സഖാക്കളെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു നോക്കിയപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമായി കേരളം ഒരു പുതിയ ഉൽപാദന വിതരണ ഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് രൂപം നൽകുന്ന ചിത്രത്തിലേക്ക് എത്തി. എങ്ങനെയാ? അന്ന് വരെ ഒന്നുമില്ലാതിരുന്ന 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായി 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി കിട്ടി. ഭൂരിപക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ. ഈ കേരളം ഇന്നത്തെ കേരളമായത് അതുകൊണ്ടാണ്. ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലം അതാണ്. കേരളം ആ രീതിയിൽ മുന്നോട്ടേക്ക് വന്നു. പിന്നീട് ഗവൺമെൻറ് വന്നു, നായരുടെ ഗവൺമെൻറ് വന്നു, അതുപോലെ തന്നെ VS-ൻ്റെ ഗവൺമെൻറ് വന്നു, പിണറായി ഗവൺമെൻറ് വന്നു, അതിന് 2-ാം ടേം വന്നു. ഇതാ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വർത്തമാന കേരളം. അവിടെ എങ്ങനെയാണ് പിന്നീട് മാറ്റങ്ങൾ ഉണ്ടായത്? ജനകീയാസൂത്രണ പ്രസ്ഥാനം, ജനകീയാസൂത്രണത്തിൻ്റെ തുടർച്ചയായിട്ട് വന്ന കുടുംബശ്രീ പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, നായനാർ തന്നെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ പ്രഖ്യാപിക്കുന്ന അവസ്ഥ, ക്ഷേമ പെൻഷൻ, ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ ഈ കേരളത്തെ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കണമെന്നുള്ള കാര്യമാണല്ലോ നമ്മളിപ്പോഴാലോചിച്ചത്. കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനം ചേർന്നപ്പോൾ ആ സംസ്ഥാന സമ്മേളനം കൃത്യമായിട്ട് പറഞ്ഞു, നവകേരളം ആകാശത്ത് നിന്ന് വന്നതല്ല, ഈ പശ്ചാത്തലത്തിൽ നിന്ന് ഉദയം ചെയ്തതാണ് സംസ്ഥാനത്ത് രൂപപ്പെട്ടു വന്ന പുതിയ കേരളം, നവകേരളം. നവകേരളം എന്നുള്ളത് കേവലമായ ഒരു സങ്കല്പമല്ല, എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം. നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ കൃത്യമായിട്ട് അജണ്ട വെച്ച് പ്ലാൻ ചെയ്ത ഓരോന്നും മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് UDF-ഉം BJP-യും കേന്ദ്ര ഗവൺമെൻറ്റും നമുക്കെതിരായി കൃത്യമായ അജണ്ട പ്ലാൻ ചെയ്ത് ഉപരോധം, സാമ്പത്തിക ഉപരോധം. നമുക്ക് പണം തരില്ല, കേരളത്തിൻ്റെ പദ്ധതിക്ക് ആവശ്യമായ പണമില്ല, നമ്മുടെ വിഹിതം നമുക്ക് തരുന്നില്ല. കഴിഞ്ഞ കൊല്ലം തന്നെ 57,000 കോടി തന്നില്ല. 7,000 കോടി ഉറുപ്പിക നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തരേണ്ടിയിരുന്ന ഗ്രാൻറ്റും തന്നില്ല. 1,68,000 കോടി ഉറുപ്പികയുടെ കുറവുണ്ടായി കേരളത്തിൽ തരേണ്ടതിൽ നിന്ന്. 1,08,000 കോടി ഉറുപ്പിക കടം വാങ്ങാമായിരുന്നത് കടം വാങ്ങാൻ നമ്മൾ അനുവദിച്ചില്ല, വരിഞ്ഞു മുറുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് നവകേരളം സൃഷ്ടിക്കാനാവുക?
പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന 62 ലക്ഷം ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം. നിരവധിയായ പാവപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു, കൊടുക്കാൻ സാധിക്കുന്നില്ല. ക്ഷേമ പെൻഷനുകൾ 2500 വർദ്ധിപ്പിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു, വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. പാവപ്പെട്ട ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള അംഗൻവാടിക്കാർ ഉൾപ്പെടെയുള്ളവർക്കൊന്നും നമ്മൾ അന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല. പ്രശ്നമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി റൂൾ 300 അനുസരിച്ച് നിയമസഭയിൽ പറഞ്ഞു, ഞങ്ങൾ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ക്രമമനുസരിച്ചാണ്. എന്താ ക്രമം? വർഗപരമായ ക്രമമാണ്. ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായി കൊടുത്തു തീർക്കുക, പെൻഷൻ ഉൾപ്പെടെ കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തത്. അതിന് കൃത്യമായിട്ട് ക്രമം വെച്ചു, എങ്ങനെ കൊടുക്കണം. ഈ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാമ്പത്തിക പിരിമുറുക്കത്തിൻ്റെ ഭാഗമായിട്ടും ട്രഷറി പൂട്ടാതെ പോകുന്നത് ഏതാണ്ട് 60% കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ നടത്തിയ മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇല്ലെങ്കിൽ പണ്ടേ പൂട്ടിയിട്ടുണ്ടാവും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ കേരളം ഒരു പുതിയ തലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ കണ്ടു ഒരു പുതിയ കേരളം വേണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ കണ്ടത് എന്താ? ഈ ഗവൺമെൻറ്റിൻ്റെ 2ാം ടേമിലെ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ അജണ്ട അതിദരിദ്രർ ഇവിടെ ഉണ്ടാവരുത്, ഇല്ലാതാക്കണം. അതിൻ്റെ സർവേയാണ് ആദ്യം നടന്നത്. സർവേ നടന്നപ്പോൾ 64,006 കുടുംബമുണ്ട്. 64,006 കുടുംബം. കഴിഞ്ഞ 2023 നവംബറിൽ ഫലപ്രദമായി സൂക്ഷ്മാംശം പരിശോധിച്ച് അതിൽ 30,000 ആളുകളെ കൃത്യമായിട്ട് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി. ഇനിയും വരുന്ന കൊല്ലം 2025 നവംബർ 1 ഈ കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത ഒരു കേരളമാണ് ഈ കേരളമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നേടും. വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് ലൈഫ് പദ്ധതി 5 ലക്ഷത്തോളം ആൾക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. അത് കൊടുക്കും. പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും പ്രാപ്തമാക്കും. ലൈഫ് പദ്ധതി പുതിയ രീതിയിൽ മുമ്പോട്ടേക്ക് പോകുന്ന സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ആരോഗ്യമേഖലയിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ജനകീയ ആരോഗ്യ സംവിധാനം. നമ്മളെല്ലാവർക്കും അറിയുന്നത് പോലെ കോവിഡിൻ്റെ സന്ദർഭത്തിൽ ലോകം തന്നെ വിസ്മയിച്ചുകൊണ്ട് കേരളത്തെപ്പറ്റി കേരളം ഒരു രാജ്യമാണെന്ന നിലയിലാണ് അമേരിക്ക പോലും വിശകലനം ചെയ്തത്. ശൈലജ ടീച്ചർക്കെല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ കിട്ടിയത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ആഗോള സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ലോകത്തിൻ്റെ മുമ്പിൽ ബദലായി നിൽക്കുന്ന കേരളത്തിലെ ആരോഗ്യരംഗം ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 104 വയസ്സ് കഴിഞ്ഞവരെയും രക്ഷിക്കാനായിട്ടുണ്ട് എങ്കിൽ അമേരിക്കയിലാണ് 60 വയസ്സ് കഴിഞ്ഞവർ ഏറ്റവും കൂടുതൽ ആളുകൾ ചത്തൊടുങ്ങിപ്പോയത്. അപ്പോൾ ആരോഗ്യരംഗം ലോകോത്തരമാണ് കേരളത്തിൻ്റെത്. ഇപ്പോഴും അതെ, ഇനിയും ശക്തിപ്പെടുത്തണം. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് വിദ്യാഭ്യാസം. 1957 അതിന് അടിത്തറയിട്ടത് ജനകീയ വിദ്യാഭ്യാസ സംവിധാനം. 1ാം ക്ലാസ്സിലേക്ക് മുഴുവൻ കുട്ടികളെയും എത്തിക്കുക. അവിടെ നിങ്ങൾ പട്ടിണി കിടക്കേണ്ട, ഉച്ചക്കഞ്ഞി. ആ ഉച്ചക്കഞ്ഞി കുടിച്ച് പഠിച്ചു പാസ്സായ ആ തലമുറയുടെ 3ാമത്തെ തലമുറയാണ് ഇന്ന് കേരളത്തിൽ. അവരുടെ അച്ഛനും അമ്മയും ഇപ്പോൾ നിർബന്ധപൂർവ്വം പറയേണ്ടത്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒന്നും തന്നിട്ടില്ല, അതായത് അന്നത്തെ ആ കാലം. എന്നാൽ നിങ്ങളെ എത്രത്തോളം പഠിക്കുമോ അത്രത്തോളം നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറയുന്ന അച്ഛനും അമ്മയും വന്നു. അത് 2ാമത്തെ തലമുറ. 3ാമത്തെ തലമുറയാകുമ്പോഴേക്ക് കേരളത്തിലെ പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, OEC, OBC, മുന്നോക്കത്തിലെ പിന്നോക്കം ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതീ യുവാക്കളുള്ള നാടാണ് കേരളം. ഇത് കേരളത്തിൽ മാത്രം. ഇന്ത്യയൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട.
കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് ഈ മൂന്നാം തലമുറ. 57 മുതൽ ഇപ്പോൾ ഈ 2025 ആകുമ്പോഴേക്ക് അതിൻ്റെ മൂന്നാം തലമുറയിലുള്ളത് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ്. ഇവിടെ പലരും പറയാറുണ്ട്, ഈ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ കാണുമ്പോൾ എൻ്റെ തല, നെഞ്ച് അല്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു എന്നൊക്കെ. ഒന്നും പൊട്ടണ്ട. ഈ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് മുഴുവൻ തൊഴിൽ കൊടുക്കാൻ കഴിയും. പണ്ട് ഞങ്ങളെല്ലാം KSYF DYFI നടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മുതലാളിത്ത ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ. എന്നോ മുതലാളിത്തം അവസാനിക്കുന്നത് അന്ന് മാത്രമേ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാനാവുള്ളൂ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തിയുടെയും ഭാഗമായി നിലകൊള്ളുന്ന ഭരണകൂട വ്യവസ്ഥയാണ്, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ മാറി വന്ന കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജന്മിത്വം തന്നെ അവസാനിപ്പിച്ച ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സർവ്വതല സ്പർശിയായ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 57 മുതൽ ഇങ്ങോട്ട് ഇടപെടാൻ സൗകര്യം കിട്ടിയ ഈ നാടിനെ തൊഴിലില്ലായ്മയും പരിഹരിക്കാം. എല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിൻ്റെ ഒരു ചിത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് പറഞ്ഞത് വിജ്ഞാന സമൂഹം. അത് അത്രയൊന്നും ഗൗരവത്തിൽ പലരും കണ്ടിട്ടില്ല. കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ലോകോത്തരമായി, അതിൻ്റെ ക്ലാസ്സുകൾ ഉൾപ്പെടെ, ക്ലാസ് മുറി ഉൾപ്പെടെ. പിന്നീട് പറഞ്ഞു ഇത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം. ഉന്നത വിദ്യാഭ്യാസം വളരെ സജീവമായി. ഗവർണർ പാരവെക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഇപ്പോൾ പുതിയ ഗവർണർ തന്നെ വന്നിരിക്കുകയാണ് ഇന്നലെ. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഗവർണർ അരികം പിരിഞ്ഞു പോകേണ്ടുന്ന അവസ്ഥ വന്നു. നമുക്ക് പുതിയ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒന്നും പ്രവചിക്കേണ്ടതില്ല. കൃത്യമായിട്ട് മുൻവിധിയില്ലാതെ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാം. ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി യൂണിവേഴ്സിറ്റികളിൽ തന്നെ പുതിയ പുതിയ കോഴ്സുകളും AI ഉൾപ്പെടെയുള്ള പുതിയ തലമുറ, ഈ 2025 മുതലുള്ളത് ഒരു PT പുതിയ തലമുറയാണത്രേ. അങ്ങനെയാണ് ഇപ്പം പറയുന്നത്. ഒരു പ്രത്യേക പേര് കൊടുത്താണ് അറിയുന്നത്. ഇനി വരാൻ പോകുന്ന 39 വരെ അങ്ങനെയായിരിക്കുന്ന ഇന്നലെ ജനിച്ചതു മുതലുള്ള കുട്ടി. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സർവ്വതല സ്പർശിയായ മേഖലയിൽ വന്ന ഈ മാറ്റം ഉൾക്കൊണ്ട് നമുക്ക് വിജ്ഞാന സമൂഹമാക്കാനും, വിജ്ഞാന സമൂഹം മാത്രമല്ല വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യാനും സാധിക്കും. ലോകത്തെവിടെയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്രം എപ്പോഴും മൂലധനമായിരിക്കും, പണമൂലധനം. ആ പണമൂലധനത്തിന് പകരം കേരളത്തിൽ വിജ്ഞാന മൂലധനം, നോളജ്, ആ വിജ്ഞാന മൂലധനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ, സ്റ്റാർട്ടപ്പുകൾ, 15,000 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ ലോകമുള്ള സ്റ്റാർട്ടപ്പ് മിഷൻ, KDISC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, കേരള നോളജ് എക്കണോമി മിഷൻ, അതിലിപ്പോൾ ഐസക് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം എല്ലാം ചേർന്ന് മുമ്പോട്ടേക്ക് വന്നാൽ ഇടതുപക്ഷ മുന്നണിയും ഗവൺമെൻറ് തീരുമാനിച്ചു 20 ലക്ഷം ആളുകൾക്ക് ഞങ്ങൾ തൊഴിൽ നൽകും. അന്തം വിട്ടാണ് ജനങ്ങൾ കേട്ടത്. 20 ലക്ഷമോ? കേന്ദ്ര ഗവൺമെൻറ് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഒരു ചെറിയ സംസ്ഥാനം 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ. വ്യാവസായിക ശൃംഖലയിൽ നമ്മൾ 25ാം സ്ഥാനത്തായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 15ാം സ്ഥാനത്തായി. ഈ സ്വയം സംരംഭക രജിസ്ട്രേഷൻ കൂടി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. 1ാമത്തെ വർഷം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് വ്യാവസായിക വകുപ്പ് കൂടി മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ ശ്രമത്തിൽ 1,30,000 സംരംഭക പ്രവർത്തനങ്ങൾ യൂണിറ്റ് അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തു. 1,30,000. 1 ലക്ഷം പറഞ്ഞപ്പോൾ നമുക്കത് നേടാനാവുമോ എന്നായിരുന്നു ചിന്ത. ആയി. 2ാമത്തെ വർഷമായപ്പോൾ 2,40,000 2,40,000 സ്വയം സംരംഭ പ്രവർത്തനം. 2-3 ആൾക്ക് ജോലി കിട്ടിയാൽ ഒരു 7 ലക്ഷം ആൾക്ക് തൊഴിൽ കിട്ടി. അതിനെ അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. അങ്ങനെയാണ് 1ാം സ്ഥാനത്തേക്ക് നമ്മൾ വന്നത്. ഇനിയിപ്പോഴും 14,000 ആളുകൾ കേരളത്തിലെ വ്യവസായ ശൃംഖലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് P. രാജീവൻ പറഞ്ഞത്, വ്യവസായ മന്ത്രി. വ്യാവസായിക കോറിഡോർ വരാൻ പോവുകയാണ് 2 മേഖലയിൽ. ഒന്ന്
കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്. ആ കോറിഡോറിൻ്റെ ഭാഗമായി 1300 ഏക്കർ ഭൂമി ഇപ്പോഴും തന്നെ പാലക്കാട് മാത്രം ഏറ്റെടുത്തു. ഗവൺമെൻറ് അംഗീകാരം കിട്ടി, പണി തുടങ്ങാം. 14,000 പേര് കാത്തിരിക്കുന്നുണ്ട്. മറ്റൊന്ന് കോഴിക്കോട് നിന്നും മംഗലാപുരത്തേക്ക് പുതിയ കോറിഡോർ, വ്യാവസായിക കോറിഡോർ. മറ്റൊന്ന് ലോകപ്രശസ്തമായ തലത്തിലേക്ക് വരുന്ന, ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖം. അത് കോഴിക്കോട്, അത് പ്രധാനമായിട്ടും തിരുവനന്തപുരത്തും കൊല്ലത്തും, അത് റിംഗ് റോഡ് ഉൾപ്പെടെ, റെയിൽവേ ഉൾപ്പെടെ, അതിൻ്റെ ഭാഗമായിട്ടൊരു വ്യവസായ ശൃംഖല ഉൾപ്പെടെ രൂപപ്പെട്ട് വരാൻ പോവുകയാണ്. വമ്പിച്ച മുന്നേറ്റമായിരിക്കും, ലോകോത്തരമായിരിക്കും ആ 2 ജില്ലകളിൽ. തുടർന്ന് കേരളം ഉടനീളം ഒരു പുതിയ സാഹചര്യം വരികയാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ സംരംഭം എന്ന രീതിയിൽ നമ്മളിപ്പോൾ ജോബ് സ്റ്റേഷൻ ആരംഭിക്കുകയാണ് ഓരോ മണ്ഡലത്തിലും പഞ്ചായത്തിലും. അവിടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർക്ക് പ്രത്യേക പരിശീലനം. MAയും MSCയും കൊണ്ട് കാര്യമില്ല. MAയും MSCയും കഴിഞ്ഞാൽ അവർക്ക് ഏത് തൊഴിലാണോ ചെയ്യാനാവുന്നത് എന്ന്, എവിടെയാണോ അതിന് അവസരമുള്ളത് എന്ന് 10 ലക്ഷം ആളുകളുടെ ഡിമാൻഡ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. 10 ലക്ഷം. അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അവരെ പരിശീലിപ്പിച്ചാൽ 3 മാസം, 4 മാസം, 5 മാസം, 6 മാസം ഇവർക്കെല്ലാം ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ്. 20 ലക്ഷം എന്ന് പറഞ്ഞത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി നമുക്ക് പ്രഖ്യാപിക്കാനാവും. അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു കേരളം രൂപപ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ ലോകോത്തരമായിരിക്കും. ഞാനിതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ഒരു പുതിയ തലം വെച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇതേറ്റവും അപകടകരമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ കാര്യം UDF ആണ്. ഒപ്പം BJP ഉണ്ട്. എന്നാൽ അവർക്ക് എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് പ്രതിപക്ഷത്തിൻ്റെ നിര കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനോ അതുപോലുള്ള സ്വാരനോ ഒന്നുമല്ല. അത് ഈ മാധ്യമങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ലോകോത്തരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന വിഭാഗം. അത് പ്രിൻ്റ് മീഡിയയുണ്ട്, അതുപോലെ തന്നെ ചാനൽ ഉൾപ്പെടെയുള്ള സംവിധാനമുണ്ട്. അവർ നമുക്കെതിരായിട്ടാണ്. ഇവിടെ ഇതെല്ലാം വെച്ച് നിർത്തി നമ്മളെല്ലാം പ്രസംഗിപ്പെടുക്കുന്നത്. ഒരൊറ്റ ഒരു വാർത്താനം നാളെ വരൂല. ഞാനിപ്പോൾ പ്രസംഗിച്ചു, ഞാൻ ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമേ നാളത്തെ പ്രസംഗത്തിലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചെറിയ വരി ഏതെങ്കിലും പത്രത്തിലുണ്ടാവും, ചിലപ്പോൾ മറ്റൊന്നും ഉണ്ടാവില്ല. അവരെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും പാർട്ടി വിരുദ്ധമായ അടയാളപ്പെടുത്തലിന് പറ്റുന്ന വല്ല പ്രസംഗവും നടത്തുന്നുണ്ടോ നോക്കാനാണ്. അതാണ് അവിടെ വിജയരാഘവൻ പ്രസംഗിച്ച പ്രസംഗവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത. പിന്നെ പാലക്കാട് മലപ്പുറം ഞാൻ ഇന്നലെ പോയപ്പോൾ അവിടെ അവരെഴുതി വെച്ചിരിക്കുകയാണ് മാപ്ര എന്ന പ്രയോഗം. എന്നോട് ചോദിച്ചു പത്രക്കാർ, മാപ്ര എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്ന പ്രയോഗമല്ല. അല്ല, ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ എന്താണെന്ന്. എനിക്കും അറിയില്ല. പിന്നെ എന്താ പ്രശ്നം? അവർക്കും അറിയില്ലെങ്കിൽ പിന്നെ പ്രശ്നത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാപ്ര എന്നുള്ളത് കൊണ്ട് ഞാൻ ഊഹിക്കുന്നത് മാധ്യമ പ്രവർത്തകർ എന്നായിരിക്കും, അതാണ് പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മഹത്തരമായ ഒരു ജോലിയാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്, മഹത്തരമായ ഒരു ജോലിയാണ് എന്ന് ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞു വെച്ചു. അത് വെച്ച് വലിയ വാർത്ത ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഇങ്ങനെയാണ്. പണ്ട് സൊലയെന്നല്ല പറയാ, എന്താ സൊലയെന്ന് പറഞ്ഞാൽ ഇപ്പം ആരും അത് കാണുന്നില്ല, എഴുതുന്നില്ല. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ടതാണ്. ഏത് വാർത്തയുടെയും അടിയിൽ എന്നാൽ സൊലയെന്ന് പറഞ്ഞാൽ സ്വന്തം ലേഖകൻ എന്നാണ്. ഇപ്പോൾ മാപ്ര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം എനിക്ക് മനസ്സിലായി, ഇന്നലെ അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. മാപ്ര എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ. അതിലെന്താ കുഴപ്പം? അപ്പം ഞാൻ ന്യായീകരിക്കുന്നതിന് എന്താ പ്രശ്നം? അശ്ലീലൊന്നുമില്ലല്ലോ. ഉണ്ട്, അതിലുണ്ടോ? മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അശ്ലീല ഉണ്ടെങ്കിൽ മാറ്റാം. അപ്പോൾ വിജയരാഘവൻ ഇങ്ങനെ പ്രസംഗിച്ച് കളഞ്ഞു. അതിനെപ്പറ്റി വലിയ സമ്മേളനത്തിൽ ഒരു ചർച്ചയുണ്ടായിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല നന്നായി എന്നാണ് ചർച്ച. അത് നിങ്ങൾ മനസ്സിലായിക്കോ, നന്നായി എന്നാണ് ചർച്ച. മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഇതേപോലെ തന്നെയാണ്. തൃശ്ശൂർ നിങ്ങൾ ജയിച്ചു, BJP. ആരാ ജയിപ്പിച്ചത്? കോൺഗ്രസ് ആണ്. 86,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടാണ് കുറഞ്ഞത്. ആ വോട്ട് ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള വോട്ട് യഥാർത്ഥത്തിൽ അവിടെ BJPക്ക് കിട്ടി. സുരേഷ് ഗോപിക്ക് 74,000 വോട്ടിന് ജയിച്ചു. 86,000 വോട്ട് നിങ്ങൾ കുറഞ്ഞു. നിങ്ങൾ 3-ാം സ്ഥാനത്തായി.
ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി, എന്നാലും ഞങ്ങളുടെ വോട്ട് കുറച്ച് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ 1,00,000-ലധികം വോട്ട് ബി ജെ പിക്ക് അധികം കിട്ടി. ആ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് 74,000 വോട്ടിനെ അവർ ജയിച്ചു. ജയിപ്പിച്ചതിന് ഉത്തരവാദി ആരാണ് എന്നതിന് പകൽ വെളിച്ചം പോലെ വ്യക്തത കോൺഗ്രസ്. ഇപ്പോഴ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടന്ന മത്സരത്തിൽ 4,500 വോട്ട് ബി ജെ പിയിൽ നിന്ന് നിങ്ങൾ വാങ്ങി. ഞാൻ അതുതന്നെയാണ് ഉപയോഗിച്ച പദം. 4,500 വോട്ട് നിങ്ങൾ വാങ്ങി. ആരോട്? ബി ജെ പിയോട്. 10,000 വോട്ട് അവർ തന്നെ പറഞ്ഞു SDPI ഞങ്ങൾ കോൺഗ്രസിന് നൽകി. 10,000. 3,500 4,000 വോട്ട് ഏതാണ്ട് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും വാങ്ങി. അവിടെ ജമാഅത്ത് ഇസ്ലാമി ചെറുതാണ്, SDPIക്കാണ് കുറച്ച് സ്വാധീനം. അവർക്ക് 5,000-10,000 വോട്ടുണ്ട് ആ മണ്ഡലത്തിൽ. ആ വോട്ട് ഞങ്ങൾ കൊടുത്തു. ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിക്ടോറിയ കോളേജിൻ്റെ മുമ്പിൽ ആദ്യത്തെ പ്രകടനം തുടങ്ങിയത് ഈ SDPI ആണ്. കേരളത്തിലെ ഏറ്റവും തീവ്രവാദ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയും അത് BJP ആണ്, RSS ആണ്. ഒന്നാം സ്ഥാനത്ത് അതിനെ തന്നെ നിർത്തണം. കാരണം അതിന് ഫാസിസത്തിലേക്ക് പോകാനുള്ള ശേഷിയുണ്ട്. വെറുതെ പറയുന്നതല്ല, അതിന് ഫാസിസത്തിലേക്ക് പോകാനുള്ള ശേഷിയുണ്ട്. എന്നാൽ ന്യൂനപക്ഷ വർഗീയത, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI. മതരാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് തന്നെയാണ്. ഇവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ലീഗ് കൈകാര്യം ചെയ്യുന്ന ആശയതലം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയതലമായി മാറിയിരിക്കുകയാണ്. അത് വളരെ ഗൗരവതരമായ പ്രത്യാഘാതം ലീഗിലുണ്ടാവും. ഇവരുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന അതിൻ്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിലും അതിൻ്റെതായ പ്രത്യാഘാതം ഉണ്ടാവും. അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മുരളീധരൻ പറഞ്ഞു എനിക്ക് 2 തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെയും SDPIയുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരിട്ടി പേടിപ്പിച്ചിട്ട് വി.ഡി. സതീശൻ പറഞ്ഞു അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ വോട്ട് കിട്ടിയത് പിന്നെ പറയാണ്ടിരിക്കണോ? അവർ പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം 3ാം ഘട്ടത്തിലേക്ക് വരുമെന്ന ഉത്കണ്ഠ വെറുതെ ഒന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI എങ്കിൽ SDPI. ഇനിയിപ്പോഴ് ഞാനിപ്പോഴും പോകാൻ പുറപ്പെടുന്നത് UDFിലേക്കാണ് എന്ന് അൻവർ പറഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ. അൻവർ ഇപ്പോഴും അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളത്? ആ കൂടാരത്തിലേ നിങ്ങൾക്ക് പോകാനുള്ളൂ. കേരളത്തിൽ വേറെ വഴിയൊന്നുമില്ല. DMK ഒന്നും ഒരു കാര്യം നടക്കില്ല ഇവിടെ. ഒന്നുകിൽ ഇപ്പുറം അല്ലെങ്കിൽ അപ്പുറം. ഞങ്ങൾ പണ്ടേ അപ്പുറത്തേക്ക് കൂട്ടിയതാണ് നിങ്ങളെ. അതിലൊന്നും ഞങ്ങൾക്കൊരു ഉത്കണ്ഠയില്ല. നിങ്ങൾ ഏത് വേഷം കെട്ടിയാലും അത് അവസാനം എത്തിച്ചേരുന്നത് UDFിൻ്റെ അനുബന്ധമായിട്ട് മാറിയും DMK എന്നോ എന്ത് പേര് പറഞ്ഞാലും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജാതി യാത്രയും പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടി ചേർന്ന്, എല്ലാ ജാതി മത വർഗീയ സ്വത്വരാഷ്ട്രീയ ശക്തികളും ചേർന്ന് മഴവിൽ സഖ്യമെന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവരുടെയും നമ്പർ 1 ശത്രു CPM. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. എല്ലാ വർഗീയവാദികളുടെയും എല്ലാ പിന്തിരിപ്പന്മാരുടെയും UDFിൻ്റെയും BJPയുടെയും എല്ലാം നമ്പർ 1 ശത്രു കേരളത്തിൽ CPIM. ആ CPIMന് അതിൻ്റെ അഭിമാനബോധത്തോടെ നിലവിലുള്ള പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി, വർഗീയ കൂട്ടുകൾക്കെതിരായി മുമ്പോട്ടേക്ക് പോകാനുള്ള കരുത്തുണ്ട്, ശക്തിയുണ്ട്. 2024 നിങ്ങൾക്ക് 111 മണ്ഡലത്തിലാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 123. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 99. വരാൻ പോകുന്ന 3ാമത്തെ ടേം നടക്കാൻ പോകുന്ന 2026 മെയ് മാസം നടക്കാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നവകേരളത്തെ സൃഷ്ടിച്ച് ലോകോത്തരമായ രീതിയിൽ 400 കൊല്ലക്കാലം വളർച്ച നേടിയ ലോകത്തിലെ വികസിത രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഒരു 10-20 വർഷക്കാലം കൊണ്ട് എത്തിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ നിഗമനങ്ങളോടെ നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ 111 എന്നുള്ള നിങ്ങളുടെ മണ്ഡലത്തിൻ്റെ കണക്ക് മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ ജയിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതാണ് കഴിഞ്ഞ സമ്മേളനം ചൂണ്ടിക്കാണിച്ചത്. ഈ സമ്മേളനം ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകുന്നതിനുള്ള പാർട്ടി സംവിധാനത്തെ, പാർട്ടി ശരീരത്തെ രൂപപ്പെടുത്തുക, അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക, എല്ലാ മാധ്യമ ശൃംഖലയുടെയും കടന്നാക്രമങ്ങളെ അതിജീവിച്ച്
നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക.